വേദപുസ്തക പഠനത്തിൽ 3 ലോകങ്ങളുണ്ട്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും അടങ്ങുന്നതാണ്. ഇപ്പോൾ 3 ലോകങ്ങളാണ്: സ്വർലോകം, ഭൂലോകം, അധോലോകം. സ്വർലോകമാണ് 3 സ്വർഗങ്ങളുള്ളതായിട്ട് നാം കഴിഞ്ഞ ക്ലാസ്സിൽ കാണുകയുണ്ടായി. 3 സ്വർഗങ്ങൾ: 1-ാം സ്വർഗം മേഘങ്ങളുടെ മണ്ഡലം, 2-ാം സ്വർഗം നക്ഷത്രങ്ങളുടെ മണ്ഡലം, 3-ാം സ്വർഗം അത്യുന്നത സ്വർഗം. അതിലുള്ളതാണ് ഹെവൻലി പാരഡൈസ്, സ്വർഗീയ പർദീസ. അങ്ങോട്ടാണ് കർത്താവായ യേശുക്രിസ്തു പുനരുദ്ധാനം ചെയ്ത ശേഷം മരിക്കുന്ന വിശുദ്ധന്മാരുടെ ആത്മാക്കൾ പോയി വിശ്രമിക്കുന്നത്, ഉയർക്കുന്നത് വരെ ആ ഹെവൻലി പാരഡൈസ്, സ്വർഗീയ പർദീസയിലാണ്. അത് മനോഹരമായൊരു ഉദ്യാനമാണ്. 3-ാം സ്വർഗത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഭൂലോകത്തിൽ ഇപ്പോൾ 7 വൻകരകളുണ്ട്, 5 മഹാസമുദ്രങ്ങളുണ്ട്. അധോലോകത്തിൽ 5 വാസസ്ഥലങ്ങളുള്ളതായിട്ട് ബൈബിളിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. അതിലൊന്നാണ് അബ്രഹാമിന് മടിയായ പർദീസ. യേശുക്രിസ്തു ഉയർക്കുന്നത് വരെ മരിച്ചുപോയ വിശുദ്ധന്മാരുടെ ആത്മാക്കൾ ഈ പർദീസയിലേക്കാണ് പോയിരുന്നത്. ഇത് മനോഹരമായൊരു ഉദ്യാനമാണ്. ഭൂമിയുടെ അന്തർഭാഗത്തായിട്ട് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതിന് താഴെയായിട്ടുള്ളതാണ് അധമപാതാളം. ധനവാൻ്റെ ആത്മാവ് കിടക്കുന്ന സ്ഥലമാണ്. അവിടെ തീജ്വാലയാണ്. അങ്ങോട്ടാണ് ക്രിസ്തുവിനെ കൂടാതെ ജീവിച്ചു മരിക്കുന്ന എല്ലാ ദുഷ്ടന്മാരുടെ ആത്മാക്കൾ ഉയർക്കുന്നത് വരെ അധിവസിക്കുന്നവിടെയാണ്. അവിടെ ദണ്ഡന അനുഭവിക്കുകയാണ്. അവിടെ കിടന്നുകൊണ്ടാണ് ധനവാൻ ലാസറിനെ കണ്ടു എന്ന് പറയുന്നത്. ഇവിടെ കിടന്നുകൊണ്ട് ഇങ്ങോട്ട് നോക്കി കണ്ട കാര്യമാണ്. എന്നാൽ ഇന്ന് ഈ സ്ഥലത്ത് ആരുമില്ല. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോൾ ഇവിടെയുള്ള വിശുദ്ധന്മാരെയും കൊണ്ട് സ്വർഗീയ പ്രതീക്ഷയിലേക്ക് പോയതിനാൽ ഇന്ന് അബ്രഹാമിൻ്റെ പടിയായ പ്രതീക്ഷ വേക്കൻ്റാണ്, ഒഴിഞ്ഞു കിടക്കുന്നത്. അവിടെ ആരുമില്ല. അതുകൊണ്ട് ഇന്ന് താഴെ കിടക്കുന്ന ദുഷ്ടന്മാരുടെ ആത്മാക്കൾക്ക് മീതെ പ്രതീക്ഷയിലേക്ക് നോക്കിയാൽ ആരെയും കാണാൻ കഴിയുകയില്ല. ഒരു ഉദ്യാനം കാണാം, മറ്റൊന്നും കാണാൻ കഴിയുകയില്ല. മറ്റൊരു വാസസ്ഥലമാണ് വീണുപോയ ദൂതന്മാരുടെ കാരാഗ്രഹമായ ടാർട്ടറസ്. അതിനെക്കുറിച്ച് ആരംഭ ദിവസം സംസാരിക്കുകയുണ്ടായി. മറ്റൊരു കാരാഗ്രഹമാണ് ബോട്ടംലെസ് പിറ്റ് എന്ന് പറയുമെന്ന് വെച്ചാൽ അടിയില്ലാ കുഴി, അഗാധകൂപം എന്ന് പറയും. അഗാധകൂപം അതോ ലോകത്തിലെ മറ്റൊരു വാസസ്ഥലമാണ്. വിമുക്തദേഹരായ ഒരുമാതിരി ആത്മാക്കളെ അടച്ചിട്ടിരിക്കുന്ന ഒരു സ്ഥലമാണത്. ആദാം യുഗത്തിന് മുമ്പ് ഭൂതലത്തിൽ പാർത്തവരാണ് അവരെന്ന് തിരുവെഴുത്ത് പഠിച്ചാൽ കാണുവാനായിട്ട് കഴിയും. അവർ ദുഷ്ടതയുള്ളവരാണ്, അശുദ്ധരാണ്, വിഷയമോഹമുള്ളവരാണ്, ശക്തിയുള്ളവരാണ്. ആത്മാക്കൾ, അടങ്ങാത്ത പിശാചുക്കളെ അടച്ചിട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് അഗാധകൂപം. അത്രയും പറഞ്ഞ ഭാഗം വിടുന്നു. ഏറ്റവും ഒടുവിലത്തെ നരകമാണ് ഗീഹന്ന എന്ന് പറയും. ഇങ്ങോട്ട് ഇതുവരെ ആരെയും വിട്ടിട്ടില്ല. ഇങ്ങോട്ട് ആദ്യമായി തള്ളുന്നത് ഹർമഗദ്ദോൻ യുദ്ധത്തിൽ അന്തിക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയുമാണ്. നരകം സാത്താനും അവൻ്റെ ദൂതന്മാർക്കുമായി ദൈവം ഒരുക്കിയിരിക്കുകയാണ്. അതിലേക്ക് ആരെയും ഇട്ടിട്ടില്ല. അത് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ കർത്താവാണ്. നാടമുറിച്ചല്ല, അന്തിക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും നരകത്തിലേക്ക് തള്ളിയാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. അങ്ങോട്ട് ആദ്യം പോകുന്നത് അന്തിക്രിസ്തുവും കള്ളപ്രവാചകനുമാണ്. നരകം ദൈവം സൃഷ്ടിച്ചത് മനുഷ്യവർഗത്തിന് വേണ്ടിയല്ല, പിശാചിനും ദൂതന്മാർക്കും വേണ്ടിയാണ്. പിശാചിൻ്റെയും ദൂതന്മാരുടെയും കൂട്ടത്തിൽ നാം നടന്നാൽ നാം അവിടെ പോകേണ്ടി വരുമെന്ന് മാത്രം. ഇന്ത്യയിൽ അനേക ജയിലുകളുണ്ട്. ജയിലുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് വേണ്ടിയല്ല, കുറ്റവാളികൾക്ക് വേണ്ടിയാണ്. നാം കുറ്റം ചെയ്താൽ അതിൽ പോകേണ്ടി വരുമെന്ന് മാത്രം. ഇതുപോലെ നരകം ഉണ്ടാക്കിയത് നമുക്കല്ല, പിശാചിനും ദൂതന്മാർക്കുമാണ്. അവൻ്റെ കൂട്ടുകെട്ടിൽ നാം നടന്നാൽ നാം ഒടുവിൽ അവിടെ പോകേണ്ടതായി വരും. അതുകൊണ്ട് മരണാനന്തരം നാം പോകേണ്ട സ്ഥലം അധോപാതാളായിരുന്നു. ഉയർപ്പിച്ച് ന്യായം വിധിച്ച ശേഷം നാം കഴിയേണ്ടത് നിത്യമായ നരകത്തിലായിരുന്നു. എന്നാൽ ആ അധോപാതാളത്തിലെ തീയിൽ നിന്നും നിത്യനരകത്തിലെ അഗ്നിയിൽ നിന്നും ദൈവം നമ്മുടെ ദേഹാത്മദേഹികളെ രക്ഷിച്ചതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആത്മരക്ഷ കിട്ടിയ നാം ദേഹിരക്ഷ പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ വരവിങ്കൽ ദേഹരക്ഷ പ്രാപിച്ച് നാം തേജസ്കരണം പ്രാപിച്ച് യുഗായുഗങ്ങൾ കർത്താവിനോടുകൂടെ വാഴും. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വിഷയത്തിലേക്ക് നാം പ്രവേശിക്കുക. പകല് ഇതിൽ സംബന്ധിച്ചവർക്ക് ഇനി പറയുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ വിശദമായിട്ട് മനസ്സിലാകും. അല്ലാത്തവർക്ക്, എല്ലാ ക്ലാസ്സിലും സംബന്ധിക്കാത്തവർക്ക് എല്ലാം മനസ്സിലായിക്കൊള്ളണമെന്നില്ല. മനസ്സിലായാലും കൊള്ളാം, മനസ്സിലായില്ലെങ്കിലും കൊള്ളാം. നമ്മൾ ഇനി അടുത്ത കാര്യങ്ങൾ പറയാൻ പോവുകയാണ്. കാരണം ഇങ്ങനെ നിന്നാൽ ഇത് തീരുകയില്ല. എനിക്കിന്ന് രാത്രി തന്നെ പോകണം. പരമാവധി നേരത്തെ ഈ മീറ്റിംഗ് നിർത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഇത് പറഞ്ഞു തീർക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ. സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാൽ ദൈവം നമ്മോട് സംസാരിക്കും എന്ന് എനിക്ക് നല്ല നിശ്ചയമുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആ വിവാഹം അല്ലെങ്കിൽ കുഞ്ഞാടിൻ്റെ കല്യാണ മഹോത്സവം 3-ാം സ്വർഗത്തിൽ നടന്ന ശേഷം
ഈ ഭൂമിയിൽ 7 വർഷം മഹാപീഡന കാലം അവസാനിക്കുന്ന സമയമാണ്. ചിന്തയ്ക്കായി പറയുന്നു, കർത്താവ് മധ്യാകാശത്തിൽ വന്ന സഭയെ ചേർത്ത ശേഷം 7 കൊല്ലം ഭൂമിയിൽ മഹാപീഡന കാലമായിരിക്കും. ആ 7 കൊല്ലം മഹത്വത്തിൽ 5 കാര്യങ്ങൾ നടക്കും. ഒന്നാമത് എതിരേൽപ്പും സ്വർഗീയ പ്രവേശനവും, രണ്ടാമത് ക്രിസ്തുവിൻ്റെ ന്യായാസനം, മൂന്നാമത് വീണ്ടെടുപ്പ് ഡിഗ്രിക്കായുള്ള സിംഹാസനം, നാലാമത് പട്ടാഭിഷേകം, അഞ്ചാമത് കുഞ്ഞാടിൻ്റെ കല്യാണ മഹോത്സവം. ആ 5 വിഷയം സംബന്ധിച്ച് ഒരു വിവരണം, ചെറിയ വിവരണമാണ് പകൽ നമ്മൾ ചിന്തിച്ചത്. അതിൽ ക്രിസ്തുവിൻ്റെ ന്യായാസനം പോലും മുഴുവനായി എടുക്കാൻ കഴിഞ്ഞില്ല. അതിനെക്കുറിച്ചാണ് കുറച്ചെങ്കിലും ഒന്ന് വിശദീകരിച്ചത്. അപ്പോൾ അന്തിക്രിസ്തുവിൻ്റെ ഭീകരമായ 7 വർഷത്തെ ഭരണം ഭൂമിയിൽ അവസാനിക്കുന്ന സമയത്താണ് കുഞ്ഞാടിൻ്റെ കല്യാണ മഹോത്സവം കഴിഞ്ഞ് ക്രിസ്തു തൻ്റെ കാന്തയോടും സ്വർഗീയ പരിവാരത്തോടും കൂടെ യെരുശലേമിന് കിഴക്കുള്ള ഒലിവ്മലയിലേക്ക് ഇറങ്ങി വരും. അത് കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷത. അന്ന് ഒലിവ്മല 2 പിളരുമെന്ന് സെഖര്യാ പ്രവചനം 14-ാം അധ്യായത്തിൽ വാക്യമുണ്ട്. അന്ന് അവൻ്റെ കാൽ യെരുശലേമിന് കിഴക്കുള്ള ഒലിവ്മലയിൽ നിൽക്കും. ഒലിവ്മല കിഴക്ക് പടിഞ്ഞാറായി 2 പിളരും. ഒരു പാതി വടക്കോട്ടും ഒരു പാതി തെക്കോട്ടും വാങ്ങിപ്പോകും. വലിയൊരു താഴ്വര ഉളവായി വരും. ഒലിവ്മലയിൽ ഒരു വലിയ ഹോട്ടൽ പണിയുവാൻ വേണ്ടി ഭൂഗർഭശാസ്ത്രജ്ഞന്മാരെ അയച്ചപ്പോൾ അവർ മല പരിശോധിച്ചിട്ട് പറഞ്ഞു, ഒരിക്കലും മനോഹരമായൊരു ഹോട്ടൽ നിങ്ങളവിടെ പണിയരുത്. മലയുടെ ഉള്ളിൽ ഞങ്ങളൊരു വിള്ളൽ കാണുന്നു. ഈ മല ഏത് സമയത്തും പിളർന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു ഹോട്ടൽ ഇതുവരെ അവിടെ പണിതിട്ടില്ല. ദൈവമക്കളെ, ഈ ക്ലാസ് ഇവിടെ നടക്കുമ്പോൾ ഒലിവ്മലയുടെ ഉള്ളിൽ കൂടെ വിള്ളലുണ്ട്. വാസ്തവത്തിൽ അവർക്ക് ഹോട്ടൽ പണിയായിരുന്നു. നമുക്കറിയാം, ഇന്ന് യേശു നമ്മെ ചേർക്കാൻ വന്ന 7 കൊല്ലം കഴിഞ്ഞിട്ട് ഈ മല പിളരത്തുള്ളൂ. പക്ഷെ അവർക്കതറിയത്തില്ലല്ലോ. ഏത് സമയത്തും പിളരാൻ സാധ്യതയുണ്ടെന്ന് കരുതി ഒരു ഹോട്ടൽ പണിതിട്ടില്ല. അതുകൊണ്ട് മലയുടെ ഉള്ളിൽ ഇപ്പോഴും വിള്ളലുണ്ട്. നാം ചവിട്ടി നിൽക്കുന്ന ഭൂമി പറയുന്നു യേശു വരാറായി. കർത്താവിൻ്റെ വരവെങ്കിൽ ആ മല പിളർന്ന് തുടർന്ന് ഹർമഗദ്ദോൻ യുദ്ധം നടക്കും. അന്തിക്രിസ്തു അനേക രാജ്യങ്ങളോട് യുദ്ധം ചെയ്ത് മടങ്ങുന്ന അവസരത്തിൽ, ഈജിപ്തിനോട് യുദ്ധം ചെയ്ത് മടങ്ങുന്ന അവസരത്തിലാണ് ഇസ്രായേലിനെ സഹായിപ്പാൻ ഒരു കൂട്ടം ആളുകൾ ആകാശത്ത് ഇറങ്ങി വന്നിരിക്കുന്നു എന്നുള്ള ശ്രുതി അവൻ്റെ കാതുകളിൽ എത്തുകയും അവൻ തൻ്റെ സൈന്യത്തെ മെഗിദ്ദോ കുന്നിൻ്റെ താഴ്വരയായ ഹർമഗദ്ദോനിൽ കൂട്ടിവരുത്തുകയും ചെയ്യും. യേശുക്രിസ്തു തൻ്റെ വായിലെ ശ്വാസത്താൽ അധർമ്മമൂർത്തിയെ ഒടുക്കിക്കളയും. വായിലെ ശ്വാസത്തിന് അലങ്കാര ഭാഷയിൽ വേദപുസ്തകത്തിൽ വാളെന്ന് പ്രസ്താവിച്ചിരിക്കുന്നു. യഹൂദജാതിക്ക് വേണ്ടി പഴയ നിയമകാലത്ത് ദൂതന്മാർ യുദ്ധം ചെയ്തതായിട്ട് തിരുവെഴുത്തിൽ രേഖയുണ്ട്. അന്ന് ദൂതന്മാർ എഴുന്നേറ്റ് യഹൂദജാതിക്ക് അനുകൂലമായി യുദ്ധം ചെയ്യുമെന്ന് ദാനിയേൽ പ്രവചനം 12-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിലുണ്ട്. അങ്ങനെ അന്തിക്രൈസ്തവ സൈന്യം അന്യോന്യം വെട്ടി നശിക്കും. മരിച്ചു വീഴുന്നവരുടെ രക്തം പലസ്തീൻ്റെ നീളമായ ബൊസ്ര വരെയുള്ള 200 മൈൽ നീളത്തിൽ കുതിരകളുടെ കടിവാളങ്ങളോളം പൊങ്ങി ഒഴുകുമെന്ന് തിരുവചനത്തിൽ ആ പ്രവചനമുണ്ട്. അത് അക്ഷരപ്രകാരം നിറവേറും. ആ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും കുതിരപ്പുറത്തിരിക്കുന്നവനായ ക്രിസ്തുവിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാൾ കൊണ്ട് കൊല്ലും. യേശുക്രിസ്തുവിൻ്റെ വിജയത്തിൻ്റെ ഘോഷയാത്ര യെരുശലേമിലേക്ക് നീങ്ങുന്നത് യെശയ്യാ പ്രവചനം 63-ാം അധ്യായത്തിലുണ്ട്. അവൻ ഉടുപ്പ് ചുവന്നിരിക്കുമ്പോൾ ചോദ്യം വരുന്നു, നിന്റെ ഉടുപ്പ് ചുവന്നിരിക്കുന്നത് എന്ത്? അപ്പോൾ ന്യായവിധി നടത്തിയതാണെന്ന് ആ ഭാഗത്ത് രേഖയുണ്ട്. യേശുക്രിസ്തുവിൻ്റെ വിജയത്തിൻ്റെ ഘോഷയാത്ര യെരുശലേമിലേക്ക് പ്രവേശിക്കുകയും യേശുക്രിസ്തു തൻ്റെ സിംഹാസനം അവിടെ സ്ഥാപിക്കുകയും ചെയ്യും. യേശുക്രിസ്തുവിൻ്റെ 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ച് അല്പം ചില കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് ഓടിച്ച് ചിന്തിക്കാൻ പോവുകയാണ്. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. സ്തോത്രം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിലാണ് യേശുക്രിസ്തുവിൻ്റെ സഹസ്രാബ്ദ വാഴ്ചയെക്കുറിച്ച് പ്രവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ ഭാഗത്തെ 3ആയിട്ട് തിരിക്കാം. 1, 2, 3 വാക്യങ്ങളിൽ 1000 ആണ്ടയ്ക്ക് സാത്താനെ അഗാധകൂപത്തിൽ ബന്ധിക്കുന്നു. 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ ആ 1000 ആണ്ട് സഹസ്രാബ്ദ വാഴ്ച നടക്കുന്നു. 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് ശേഷം സാത്താനെ അഴിച്ചുവിടുന്നു. സാത്താൻ അന്ത്യപോരാട്ടത്തിനായി ഗോഗ് മാഗോഗ് ശക്തികളെ യെരുശലേമിൽ കൂട്ടിവരുത്തുന്നു. ആകാശത്ത് നിന്ന് തീയിറങ്ങി അവരെ ദഹിപ്പിച്ചു കളയുന്നു. സാത്താനെ പിടിച്ച് മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധകത്തീപ്പൊയിലേക്ക് തള്ളിക്കളയുന്നു. അപ്പോൾ 10 വാക്യങ്ങളെ 3ആയിട്ട് തിരിക്കാം. 10 വാക്യങ്ങളാണ് സഹസ്രാബ്ദ വാഴ്ചയെക്കുറിച്ച് വെളിപ്പാട് 20-ാം അധ്യായത്തിൽ കൊടുത്തിരിക്കുന്ന ആദ്യത്തെ 10 വാക്യങ്ങൾ. ആദ്യത്തെ 3 വാക്യങ്ങൾ സാത്താനെ 1000 കൊല്ലത്തേക്ക് ബന്ധിക്കുന്നു. സാത്താനെ ബന്ധിക്കുമ്പോൾ എല്ലാ പിശാചുക്കളെയും ബന്ധിക്കും അഗാധകോപത്തിൽ. 4 മുതൽ 6 വരെ ആ 1000 ആണ്ട് ഈ ലോകത്തിൽ യേശുക്രിസ്തുവിൻ്റെ ഭരണം നടക്കുന്നു. 7 മുതൽ 10 വരെ സാത്താനെ തുറന്നു വിടുന്നു. സാത്താൻ ഈ 1000 ആണ്ടിൽ ജനിച്ചവർ എല്ലാവരും വീണ്ടും ജനിക്കുകയില്ല. വീണ്ടും ജനിക്കാതെ ദേഹികളെ വശീകരിക്കുകയും അവർ യെരുശലേമിലേക്ക് കർത്താവിനോട് യുദ്ധത്തിനായി കടന്നു വരികയും ആകാശത്ത് നിന്ന് തീയിറങ്ങി അവർ ദഹിപ്പിച്ചു കളയുകയും ചെയ്യുന്നു. സാത്താനെ കയ്യോടെ പിടിച്ച് നരകത്തിൽ തട്ടുന്നു. ഇത്യാദി വിഷയങ്ങൾ പ്രസ്പഷ്ടമായിട്ട് നമുക്ക് ആ വേദഭാഗങ്ങളിൽ കാണുവാനായിട്ട് കഴിയും.
1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ സാത്താനെ ബന്ധിക്കുന്ന ഭാഗമാണ്, അത് ഒഴിവാക്കി 4 മുതൽ 6 വരെ നാം ഇങ്ങനെ വായിക്കുന്നു. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിൻ്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തലഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിന് പ്രതിമയെയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിമേലും കൈമേലും അതിന് മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടെ വാണു. മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയുവോളം ജീവിച്ചില്ല. ഇത് ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോടുകൂടെ 1000 ആണ്ട് വാഴും. തുടർന്ന് 1000 ആണ്ട് കഴിയുമ്പോഴോ സാത്താനെ തടവിൽ നടിച്ചുവിടും. അവൻ ഭൂമിയുടെ 4 ദിക്കിലുമുള്ള ജാതികളായി കടൽപ്പുറത്തെ മണൽ പോലെയുള്ള ഗോഗ് മാഗോഗ് എന്നവരെ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കേണ്ടതിനെ വശീകരിപ്പാൻ പുറപ്പെടും. അവർ ഭൂമിയിൽ പരക്കെ ചെന്ന് വിശുദ്ധന്മാരുടെ പാളയത്തെയും പ്രിയ നഗരത്തെയും വളയും. എന്നാൽ ആകാശം തീയിറങ്ങി അവരെ ദഹിപ്പിച്ചു കളയും. അവരെ വഞ്ചിച്ച പിശാചിനെ മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധകത്തിപ്പൊയിലേക്ക് തള്ളിക്കളയും. അവർ എന്നേക്കും രാപ്പകൽ ദണ്ഡനം സഹിക്കേണ്ടി വരും. വെളിപ്പാട് പുസ്തകം 20-1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ച് 6 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. സാർവത്രികമായ ഒരു അനുഗ്രഹകാലം ഈ ലോകത്തിൽ മശിഹ കാഴ്ചവെക്കുമെന്നുള്ള പ്രവചനം പഴയ നിയമത്തിൽ ഉണ്ടെങ്കിലും ആ അനുഗ്രഹിക്കപ്പെട്ട കാലം എത്ര വർഷമാണെന്ന് തിരുവെഴുത്തിൽ ആകെ ഒരു ഭാഗത്തേ ഉള്ളൂ. അത് വെളിപ്പാട് 20-1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിലാണ് വളരെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് 1000 സംവത്സരമായിരിക്കും. 1000 സംവത്സരമെന്ന് 6 പ്രാവശ്യം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കാൻ കഴിയും. 6 മാനുഷിക പൂർണ്ണതയെ കുറിക്കുന്ന സംഖ്യയാണ്. നമ്മുടെ യേശുക്രിസ്തു ദൈവപുത്രൻ എന്നുള്ള നിലയിലല്ല, മനുഷ്യപുത്രൻ എന്നുള്ള നിലയിൽ 1000 കൊല്ലം ഭൂമിയെ വാഴും. യേശുക്രിസ്തു അക്ഷരികമായി 1000 കൊല്ലം ഭൂമിയെ വാഴുമോ എന്നൊരു ചോദ്യം ഉണ്ടായേക്കാം. പക്ഷേ വാഴും എന്നുള്ളതിന് പല തെളിവുകളുണ്ട്. ഒന്നാമത്തെ തെളിവ് ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ ഗബ്രിയേൽ മാലാഖ വന്ന് ക്രിസ്തുവിന്റെ ജനനവൃത്താന്തം കന്യകാമറിയാമിനോട് അറിയിക്കുമ്പോൾ 7 പ്രവചനങ്ങൾ പറഞ്ഞതായിട്ട് നമ്മൾ ഒരു ദിവസം ചിന്തിച്ചതാണ്. ഇങ്ങനെയാണ് ആ പ്രവചനങ്ങൾ: നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേർ വിളിക്കണം, അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും, കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും, അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും, അവന് രാജ്യത്തിന് അവസാനമുണ്ടാകയില്ല. ഇങ്ങനെ 7 പ്രവചനങ്ങൾ പറഞ്ഞതിന് 2ആക്കി ഭാഗിക്കാം. 1 നിറവേറിയ പ്രവാചക വാക്യങ്ങൾ, 2 നിറവേറാനുള്ളവ. ആദ്യത്തെ 4 കാര്യങ്ങൾ അക്ഷരപ്രകാരം നിറവേറി. നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, മകളെയല്ല മകനെ പ്രസവിച്ചു, പേർ വിളിക്കണം. യേശു എന്ന് തന്നെ പേർ വിളിച്ചു. അവൻ വലിയവനാകും. അതെ, നമ്മുടെ കർത്താവ് എല്ലാ നിലയിലും വലിയവനായി. അവൻ അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അതെ, നമ്മുടെ കർത്താവ് അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെട്ടു. ആ പ്രവാചകവാക്യം അക്ഷരപ്രകാരം നിറവേറി. 4 അക്ഷരപ്രകാരം നിറവേറി. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇനി 3 അക്ഷരപ്രകാരം നിറവേറേണ്ടിയിരിക്കുന്നു. അത് ഇതുവരെ നിറവേറിയിട്ടില്ല. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും, അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും, അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാകയില്ല. ഈ 3 പ്രവചനങ്ങൾ അക്ഷരപ്രകാരം നിറവേറണമെങ്കിൽ യേശുക്രിസ്തു ഈ ഭൂമിയിൽ അക്ഷരികമായ ഒരു സാമ്രാജ്യം സ്ഥാപിച്ചു വാഴണം. അങ്ങനെയെങ്കിൽ യേശുക്രിസ്തു വാഴുമെന്നുള്ളത് ശരിയാണ്. മാത്രമല്ല, 2ാമത്തെ തെളിവ് ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തിൽ നെബൂഖദ്നേസർ ചക്രവർത്തി കണ്ട സമ്മിശ്ര ലോകബിംബത്തിന്റെ 4 ഭാഗങ്ങൾ. 1 തങ്കം കൊണ്ടുള്ളതായ തല, 2 നെഞ്ചും കൈയും വെള്ളി കൊണ്ടുള്ളതായ ഭാഗം, 3 വയറും മറിയും താമ്രം കൊണ്ടുള്ളതായ ഭാഗം, അടുത്തത് തുട ഇരുമ്പ് കൊണ്ടും കാൽ പാതി ഇരുമ്പ് കൊണ്ടും പാതി കളിമണ്ണും കൊണ്ടുള്ള ഭാഗം. അങ്ങനെ സമ്മിശ്ര ലോകബിംബത്തിന് 4 ഭാഗങ്ങളുണ്ട്. തങ്കം കൊണ്ടുള്ളതല അക്ഷരീക സാമ്രാജ്യമായിരുന്നു ബാബിലോൺ. നെഞ്ചും കൈയും വെള്ളി കൊണ്ടുള്ള ഭാഗം അക്ഷരീക സാമ്രാജ്യമായിരുന്നു മേദിയ പാർസിയ. വയറും മറിയും താമ്രം കൊണ്ടുള്ള ഭാഗം അക്ഷരീക സാമ്രാജ്യമായിരുന്നു ഗ്രീസ്. തുട ഇരുമ്പ് കൊണ്ട് കാൽ പാതി ഇരുമ്പ് കൊണ്ടും പാതി കളിമണ്ണ് കൊണ്ടുള്ളത് റോമാ സാമ്രാജ്യവും ജനാധിപത്യ ഭരണവും അക്ഷരീകമായ ഭരണങ്ങളാണ്. അങ്ങനെയെങ്കിൽ കൈതൊടാതെ വന്ന ആ ശിലാ സാമ്രാജ്യവും അക്ഷരീകമായിരിക്കും. അപ്പൊ യേശുക്രിസ്തു അക്ഷരാർത്ഥത്തിൽ ഈ ലോകത്തിൽ വാഴുമെന്നുള്ളത് വളരെ വ്യക്തമാണ്. മാത്രമല്ല, പഴയ നിയമത്തിൽ പ്രവചനത്തിന്റെ താളുകളിൽ
അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഗ്രഹകാലം, സാർവത്രികമായ അനുഗ്രഹകാലം ഉണ്ടാകുമെന്ന് പഴയ നിയമത്തിൽ പ്രവചനമുണ്ട്. ഒരു രാജാവ് നീതിയോടെ വാഴും, പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം നടത്തും, മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കും, നിർജ്ജന പ്രദേശം ഉല്ലസിച്ച് പനീർ പുഷ്പം പോലെ പൂക്കും. അന്ന് കുരുടന്മാരുടെ കണ്ണ് തുറന്നു വരും, ചെകിടന്മാരുടെ ചെവി അടഞ്ഞിരിക്കയില്ല. അന്ന് മുടന്തൻ മാനിനെ പോലെ ചാടും, ഊമന്റെ നാവും ഉല്ലസിച്ച് ഘോഷിക്കും. മരീചിക ഒരു പൊയ്കയായും വരണ്ട നിരം നീരുറവുകളായും തീരും എന്നിങ്ങനെ പഴയ നിയമത്തിൽ പല ഭാഗത്തായി അക്ഷരീകമായ ഒരു സാർവത്രിക അനുഗ്രഹത്തെ കുറിച്ച് യഹൂദന് പ്രവചനമായിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ആ പ്രവാചകവാക്യങ്ങൾ അക്ഷരാർത്ഥത്തിലെല്ലാം നിറവേറിയിട്ടില്ല ഇതുവരെ. അതെല്ലാം നിറവേറണമെങ്കിൽ യേശു ലോകത്തിൽ വാഴേണ്ടിയിരിക്കുന്നു. അടുത്ത തെളിവ്, ഏദനിൽ ദൈവത്തിന്റെ പരമ ഉദ്ദേശത്തെ സാത്താൻ തട്ടിത്തെറിപ്പിച്ച് പാപവും ശാപവും ലോകത്തിന് വരുത്തിയെങ്കിൽ പ്രൈസ് ദി ലോർഡ്, ഒടുക്കത്തെ ആദാമായ ക്രിസ്തു ക്രൂശിന്മേൽ ജയമെടുത്ത് ഏദനെ പോലെയുള്ളതായ ഒരു സമത്വ സുന്ദരമായ ഭരണം ഇവിടെ നടത്തേണ്ടത് ആവശ്യമാണ്. ഈ വക കാരണങ്ങളാൽ യേശുക്രിസ്തു അക്ഷരീകമായി ഈ ഭൂമിയിൽ വാഴുമെന്നുള്ളത് 100% ശരിയാണ്. വാഴാതിരിക്കയില്ല. കരങ്ങൾ ഉയർത്തിന് 3 പ്രാവശ്യം ഹല്ലേലൂയ പാടിയാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഈ വാഴ്ചയിൽ രാജാവ് ആരായിരിക്കും? അതൊരു ചോദ്യമാണ്. ഭരണകർത്താവ് ആരാണ്? വളരെ വ്യക്തമായിട്ട് തിരുവെഴുത്തിൽ രേഖയുണ്ട്. യെശയ്യാ 32:1, ഒരു രാജാവ് നീതിയോടെ വാഴും. അതുകൊണ്ട് ഒരു രാജാവുണ്ട്, നീതിയോടെ വാഴുന്ന രാജാവാണ്. ആ രാജാവ് ആരാണ്? ലൂക്കോസ് 1 നേരത്തെ നാം ചിന്തിച്ചതുപോലെ ഗബ്രിയേൽ മറിയമിനോട് പറഞ്ഞല്ലോ, കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. മുമ്പ് പറഞ്ഞു അവനെ യേശു എന്ന് പേര് വിളിക്കണം. അതുകൊണ്ട് യേശുവാണ് ഈ രാജാവ്. വെളിപ്പാട് 20:4 നാം കാണുകയുണ്ട്. 20:4 മുതൽ 6 വരെ നമുക്ക് കാണുവാൻ കഴിയും. മരിച്ചതിന് ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയോളം ജീവിച്ചില്ല. ഇത് ഒന്നാമത്തെ പുനരുദ്ധാനം. ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോടുകൂടി 1000 ആണ്ട് വാഴും. അപ്പൊ ഭരണകർത്താവാരാ? ക്രിസ്തു തന്നെയാണ്. അപ്പൊ 1000 ആണ്ട് വാഴ്ചയിലെ ഭരണകർത്താവ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആണെന്ന് ആധികാരികമായി രേഖയുണ്ട്. മാത്രമല്ല, അന്നത്തെ ഭരണ കേന്ദ്രം ഏതായിരിക്കും? ഇന്ന് ഈ ലോകത്തിലുള്ളതായ രാഷ്ട്രങ്ങളുടെ തലസ്ഥാനങ്ങൾ വല്ലതും ആയിരിക്കുമോ അന്നത്തെ ഭരണകേന്ദ്രം? അന്നത്തെ ഭരണകേന്ദ്രം ഏതാണെന്ന് സ്പഷ്ടമായി വാക്യമുണ്ട്. മത്തായി സുവിശേഷം 5:35 വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ യേശു തമ്പുരാൻ ഇങ്ങനെ പറഞ്ഞു. എന്റെ ആശയം ഇതാണ്: യെരുശലേമിനെ കൊണ്ട് സത്യം ചെയ്യരുത്, അത് മഹാരാജാവിന്റെ നഗരം. അമേരിക്ക കേന്ദ്രമാക്കിയല്ല, റഷ്യ കേന്ദ്രമാക്കിയല്ല, ചൈന കേന്ദ്രമാക്കിയല്ല, നമ്മുടെ ഇന്ത്യ കേന്ദ്രമാക്കിയോ ഗൾഫ് നാടുകൾ കേന്ദ്രമാക്കിയോ അല്ല യേശു വാഴുന്നത്. ചരിത്ര പ്രസിദ്ധമായ യെരുശലേം കേന്ദ്രമാക്കി യേശു വാഴും. യെരുശലേം ഭൂമിയുടെ മധ്യഭാഗമാണെന്ന് എഹെസ്കേൽ പ്രവചനം 38-ാം അധ്യായത്തിൽ രേഖയുണ്ട്. ഭൂലോകത്തിന്റെ മേപ്പ് വെച്ച് യെരുശലേം കേന്ദ്രമാക്കി ഒരു സർക്കിൾ വരച്ചാൽ ലോകത്തിന്റെ മേപ്പ് എല്ലാ രാജ്യങ്ങളും അതിന്റെ ഉള്ളിൽ ഒതുങ്ങും. ഭൂമധ്യപ്രദേശമാണ് യെരുശലേം. അതുകൊണ്ട് ഭൂമിയുടെ മധ്യഭാഗത്താണ് കർത്താവ് സിംഹാസനമിട്ട് വാഴുന്നത്. സ്തോത്രം. അപ്പൊ ഭരണകേന്ദ്രം യെരുശലേമായിരിക്കും. ഇനി ഈ ഭരണത്തിന്റെ സ്വഭാവം എങ്ങനെയായിരിക്കും? യെശയ്യാ 32:1 ഒരു രാജാവ് അനീതിയോടെ വാഴുമെന്നല്ല, നീതിയോടെ വാഴും. അപ്പൊ ഭരണ സ്വഭാവം നീതിയോടെയുള്ള വാഴ്ചയാണ്. ഇന്ന് ഈ ലോകത്തിൽ നടക്കുന്ന ഒരു വാഴ്ചയും സമ്പൂർണ്ണ നീതിയോടെയുള്ള വാഴ്ചയല്ല. ഇന്ന് നീതിക്കല്ല സ്ഥാനം, സത്യത്തിനല്ല സ്ഥാനം, തെളിവിനാണ് സ്ഥാനം. നമ്മുടെ കോടതികളിൽ, ബഹുമാനപ്പെട്ട കോടതികളിൽ സത്യത്തിനല്ല സ്ഥാനം, തെളിവിനാണ് സ്ഥാനം. നമ്മുടെ കർത്താവ് സത്യമായി ലോകത്തിൽ വന്നിട്ട് പ്രൈസ് ദി ലോർഡ്, അവന് താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി. ഹന്നാസിന്റെ മുമ്പിലും കയ്യാഫാവിന്റെ മുൻപിലും ഹേരോദാവിന്റെ മുമ്പിലും പീലാത്തോസിന്റെ മുമ്പിലും അവന് വിസ്തരിച്ചിട്ട് അവന്റെ ഭാഗത്തായിരുന്നു മുഴുവൻ സത്യവും. പക്ഷേ അവന്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി. യേശുക്രിസ്തു എന്ത് ചെയ്തു? തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരി
ഭരിക്കുകയോ കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയുകയോ ചെയ്യാതെ ന്യായമായി വിധിക്കുന്ന ദൈവത്തിങ്കൽ കാര്യം പരമേൽപ്പിച്ചു. AD 31 ന്യായമായി വിധിക്കുന്ന ദൈവത്തിൽ കർത്താവ് കാര്യം പരമേൽപ്പിച്ചിട്ട് AD 70 ആ ദൈവം ന്യായമായി വിധിച്ചു. AD 70 യെരുശലേം നാശമുണ്ടായത്. ദൈവമക്കൾ കേസിന് പോകാതെ ഒരു പ്രശ്നം ഉണ്ടായാൽ നീതിയോടെ വിധിക്കുന്ന ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ കാര്യം പരമേൽപ്പിച്ചാൽ കൊല്ലം 39 കഴിഞ്ഞാണെങ്കിലും നീതിയോടെ ദൈവം വിധിക്കും. അവർ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് യഹൂദജാതി റോമൻ ഗവർണറായ പീലാത്തോസിന് മുമ്പിൽ ചോദിച്ചു വാങ്ങിയിട്ട് ആ രക്തപ്പിഴ ഇതുവരെ തീർന്നിട്ടില്ല. ലോകമെമ്പാടും ചിതറപ്പെട്ട യഹൂദന്മാർ റഷ്യയിലെ സർചക്രവർത്തിമാരുടെ കാലത്ത് അതിദാരുണമായി മർദ്ദിക്കപ്പെടുകയുണ്ടായി. യഹൂദന്മാരെ സർചക്രവർത്തിമാർ റഷ്യ ഭരിക്കുന്ന കാലത്ത് ജീവനോട് നിർത്തി കണ്ണു തുറന്നെടുത്തു, ജീവനോട് നിർത്തി കൊടിൽ കൊണ്ട് നാവ് പിഴുതെടുത്തു. യഹൂദന്മാരെ പിടിച്ച് പുഴുങ്ങി അവരുടെ കൊഴുപ്പെടുത്ത് സോപ്പുണ്ടാക്കി ചന്തയിൽ വിറ്റവനാണ് ഹിറ്റ്ലർ. യഹൂദന്മാരെ പിടിച്ചു കൊന്ന് ഇറച്ചി കെട്ടുകടയിലെ ഇറച്ചി കെട്ടിത്തൂക്കിയിടുന്ന പോലെ റോഡിന്റെ 2 സൈഡിലെ ഷെഡുകൾ വെച്ച് കെട്ടി യഹൂദന്മാരെ തലകീടായി കെട്ടിത്തൂക്കി. യഹൂദന്മാരുടെ സ്ത്രീകളെ പിടിച്ച് ബോധം കെടുത്താതെ ജീവനോടെ ഡോക്ടർമാർക്ക് ഓപ്പറേഷൻ ചെയ്ത് പഠിക്കാൻ കൊടുത്ത ദുഷ്ടനായിരുന്നു ഹിറ്റ്ലർ. യഹൂദന്മാർ ഇത്രത്തോളം കഠിന പരിശോധനയുടെ കടന്നു പോകാൻ കാരണം എന്തെന്നറിയാവോ? അവര് രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്നവർ ചോദിച്ചു വാങ്ങിയതാണ്. ആ രക്തയുടെ യഹൂദന്മാർ സഞ്ചരിച്ച സ്ഥലങ്ങളിൽ അവർക്ക് പീഡ അനുഭവിക്കാത്ത ഒരു രാജ്യമുണ്ടെങ്കിൽ ആ രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യക്കാര് മാത്രം അവരെ പീഡിപ്പിച്ചിട്ടില്ല. ഇന്നും അവർക്ക് ഇന്ത്യയോട് നന്ദിയുണ്ട്. കൊച്ചിയിലും അതുപോലെ തന്നെ മാളയിലുമൊക്കെ യഹൂദന്മാർ വന്നു പാർത്തു. മാളയിൽ ഇന്നും യഹൂദന്റെ ശവക്കോട്ടയുണ്ട്, യഹൂദന്മാരെ മറവ് ചെയ്തിരിക്കുന്ന ശവകുടീരങ്ങളുണ്ട്. പലസ്തീൻ നാട്ടിൽ അവരുടെ ശവകുടീരങ്ങൾ കിടക്കേണ്ടതായിരുന്നു. പക്ഷേ നമ്മുടെ കേരളത്തിൽ അവരുടെ ശവകുടീരം കിടക്കാൻ കാരണം എന്നാണെന്നറിയാവോ? അവർ മശിഹായെ തള്ളിക്കളഞ്ഞതുകൊണ്ടാണ്. ശ്രദ്ധിക്കുക, ഇനി ആ രക്തപ്പിഴ ഏറ്റവും അധികമായി സംഭവിക്കാൻ പോകുന്ന മഹാപീഡന കാലത്താണ്. മഹാപീഡന കാലത്ത് അന്തിക്രിസ്തു അവരെ വളരെ കഠിനമായി പീഡിപ്പിക്കും. യഹൂദനെ അഗ്നി പരിശോധനയിൽ കൂടെ കടത്തി ശുദ്ധീകരിച്ചെടുത്തിട്ട് അവർക്ക് ദൈവം രാജ്യം സ്ഥാപിച്ചു കൊടുക്കുള്ളൂ. ദൈവമക്കളെ, ഒരു വിഷയമുണ്ടായാൽ ന്യായമായി വിധിക്കുന്നവരെ കാര്യമേൽപ്പിക്കാനാണ് കർത്താവ് നമുക്ക് മാതൃക കാണിച്ചു തന്നത്. ആ കർത്താവ് ഈ ലോകത്തിൽ വാഴുമ്പോൾ അത് സമ്പൂർണ്ണ നീതിയുടെ ഒരു വാഴ്ചയായിരിക്കും. ആ വാഴ്ചയുടെ പ്രത്യേകത എന്താണ്? 2-ാം സങ്കീർത്തനത്തിൽ പ്രവചനമുണ്ട്. ഇരുമ്പുകോൽ കൊണ്ടുള്ള ഭരണമായിരിക്കും, അടിച്ചമർത്തിയ നീതി നടത്തുകയാണ്. സഹസ്രാബ്ദത്തിലേക്ക് പ്രവേശിക്കുന്നവർ എല്ലാവരും പൊതുവിൽ രക്ഷാനിർണയം പ്രാപിച്ചവരാണെങ്കിലും സഹസ്രാബ്ദത്തിൽ ജനിക്കുന്ന എല്ലാവരും വീണ്ടും ജനിക്കയില്ല. ഇരുമ്പുകോൽ കൊണ്ടുള്ള ഭരണമാണ്, അല്ലാതെ ഐസ്ക്രീം കൊടുത്തുള്ള ഭരണമല്ല. സഹസ്രാബ്ദ വാഴ്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കാലയളവാണെങ്കിലും ഇരുമ്പുകൾ കൊണ്ടാണ് ഭരിക്കുന്നത്. ക്രിസ്തുവിന്റെ കീഴില് ജയാളികളായ നമ്മൾ ഇരുമ്പുകൾ കൊണ്ട് വാഴുമെന്ന് ബൈബിളിൽ പ്രവചനമുണ്ട്. തുയതൈരാ സഭദൂതിലുണ്ട്, നമ്മളും വാഴുമെന്ന്. സന്തോഷമുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. അതാണ് ഭരണ സ്വഭാവം. ഇനി യഹൂദനെ സംബന്ധിച്ചുള്ളതായ രാജ്യത്തിന്റെ അതിർത്തി, യഹൂദന് അവന്റെ പിതാക്കന്മാർക്ക് വാഗ്ദത്തം ചെയ്തതായ ആ ഭൂദാനം മുഴുവനായിട്ട് ഇന്ന് വരെ അവർക്ക് കിട്ടിയിട്ടില്ല. യോശുവയോട് ദേശം പിടിക്കാൻ ദൈവം പറയുമ്പോൾ അതിന്റെ അതിർത്തി പറയുന്നത് യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ വടക്കേ ലെബനോൻ പർവ്വതവും തെക്കേ മരുഭൂമിയും കിഴക്ക് യൂഫ്രട്ടീസ് നദിയും പടിഞ്ഞാറ് മെഡിറ്ററേനിയൻ കടലുമാണ്. 30,000 ചതുരശ്ര മൈൽ ഭൂമി പിടിക്കാനാണ് യോശുവയോട് ദൈവം പറഞ്ഞത്. പക്ഷേ യോശുവയ്ക്ക് അതിന്റെ ദശാംശമേ പിടിക്കാൻ കഴിഞ്ഞുള്ളൂ, 3000 ചതുരശ്ര മൈൽ. അപ്പോഴത്തേക്ക് യോശുവ വൃദ്ധനായി പോയി. അപ്പോൾ ദൈവനോട് പറയുകയാണ്, യോശുവേ, നീ വയസ്സെന്ന് വൃദ്ധനായിരിക്കുന്നു, ഇനി വളരെ ദേശം കൈവശപ്പെടുത്താനുണ്ട്. രാജാക്കന്മാരാരും ഭരിച്ചപ്പോൾ ഈ ഭൂദാനം മുഴുവൻ അവരുടെ കീഴിൽ വന്നില്ല. ശത്രുജാതികൾ ഇടയ്ക്ക് താമസിക്കുന്നുണ്ടായിരുന്നു പഴയ നിയമകാലത്ത്. എന്നാൽ അവർക്ക് വാഗ്ദത്തം കൊടുത്തതായ കനാന്റെ യഥാർത്ഥമായ അതിര് കണ്ടുപിടിക്കണമെങ്കിൽ യോശുവയുടെ പുസ്തകത്തിൽ എല്ലാ അതിർത്തി കൊടുത്തിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 15-18, എഹെസ്കേൽ പ്രവചനം 48-1, 28 ഈ 3 വാക്യങ്ങൾ വായിച്ചാൽ അവിടെ അതിർത്തി കാണാം. കിഴക്കും പടിഞ്ഞാറിനും ഏതാണ് അതിർത്തി? അതിന്റെ തെളിവാണ് ഉൽപ്പത്തി 15-18.
അവിടെ അബ്രാഹാമിനോട് ദൈവം പറയുന്നുണ്ട്, അതിന്റെ കിഴക്കേ അതിര് യൂഫ്രട്ടീസ് നദിയാണ്, പടിഞ്ഞാറേ അതിര് മിസ്രയീം തോട് അഥവാ നൈൽ നദിയാണ്. അപ്പൊ കിഴക്കേ അതിര് യൂഫ്രട്ടീസ് നദിയും പടിഞ്ഞാറ് നൈൽ നദിയും. ഇനി വടക്കേ അതിർത്തി ഏതാണെന്ന് യെഹെസ്കേൽ 48:1 ഹമാത്ത് എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് ദമസ്കോസിൽ നിന്ന് 100 മൈൽ അകലെയാണ്. തെക്കേ അതിർത്തി ഏതാണ്? യെഹെസ്കേൽ 48:28 തെക്കേ അതിർത്തി അത് കാദേശാണ്. അത് യെരുശലേമിൽ നിന്ന് 100 മൈൽ തെക്കാണ്. ഇതാണ് യഹൂദന്റെ ശരിയായ വാഗ്ദത്ത കനാന്റെ അതിർത്തി. കിഴക്ക് യൂഫ്രട്ടീസ് നദി, പടിഞ്ഞാറ് നൈൽ നദി, വടക്ക് ദമസ്കോസിന് 100 മൈൽ വടക്കുള്ള ഹമാത്ത്, തെക്ക് യെരുശലേമിന് 100 മൈൽ തെക്കുള്ള കാദേശ്. മൊത്തം നീളം ഏകദേശം 1000 നാഴികയും മൊത്തം വീതി ഏകദേശം 800 നാഴികയും. ഇത് മുഴുവൻ യഹൂദന് കിട്ടണം. ഇന്നത് ലെബനോന്റെ കയ്യിലുണ്ട്, സിറിയയുടെ കയ്യിലുണ്ട്, ഇറാഖിന്റെ കയ്യിലുണ്ട്, സൗദി അറേബ്യയുടെ കയ്യിലുണ്ട്, ജോർദാന്റെ കയ്യിലുണ്ട്, ഈജിപ്തിന്റെ കയ്യിലുണ്ട്, പലസ്തീനികളും താമസിക്കുന്നുണ്ട്. ഇതെല്ലാം കർത്താവ് അവർക്ക് പിടിച്ചു കൊടുക്കുന്ന നാളുകൾ വരുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ യഹൂദൻ എന്ന് പറഞ്ഞാൽ കേരളം 620 കിലോമീറ്ററേ ഉള്ളൂ. അത് മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ വിഭജിക്കാം. അതുപോലെ കൊച്ചി, തിരുവിതാംകൂർ വിഭജനം ഉണ്ടായിരുന്നു. 14 ജില്ലകളാണ്. ഇന്ത്യ രാജ്യത്തിൽ ഒരു ചെറിയ സംസ്ഥാനമാണ് കേരളം. 14 ജില്ലകളാണ്. അതിൽ ഇടുക്കിയും കോട്ടയവും കൂടിയാൽ എത്ര വലിപ്പമുണ്ടോ അത്രയും വലിപ്പമില്ല ഇന്നത്തെ ഇസ്രായേൽ. അപ്പൊ കേരളത്തിലെ 14 ജില്ലകളിൽ 2 ജില്ലയുടെ വലിപ്പം പോലും ഇല്ല ഇന്നത്തെ ഇസ്രായേൽ. ലോകത്തിന്റെ മേപ്പ് നോക്കിയാൽ അവരുടെ രാജ്യം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു കൃമിയുടെ വലിപ്പമാണ്. കൃമി. അറബികളുടെ മേപ്പില് യഹൂദന്റെ ഭൂപടേ ഇല്ല. പക്ഷേ അവർക്ക് അവകാശമായിട്ടുള്ളതെല്ലാം മശീഹ അവർക്ക് രാജാവാകുമ്പോൾ കർത്താവ് കൊടുക്കും. സന്തോഷമുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇനി അന്ന് യഹൂദന് യെരുശലേമിൽ ഒരു ആലയം ഉണ്ടായിരിക്കും. അവർക്ക് പല ആലയങ്ങളുണ്ടായിരുന്നു. മോശയുടെ കാലത്ത് സമാഗമന കൂടാരം, ദാവീദിന്റെ കാലം വരെ അതുണ്ടായിരുന്നു. ശലോമോന്റെ കാലത്ത് ശലോമോന്റെ ആലയം, അത് നെബൂഖദ്നേസർ ചക്രവർത്തി തീയിട്ട് ചുട്ടുകളഞ്ഞു. പിന്നീട് സെരുബാബേലും യോശുവും വന്ന ഒരു ആലയം പണിതു. അത് സിറിയ രാജാവ് അന്ത്യോക്യസ് എപ്പിഫാനസ് നാശനഷ്ടങ്ങൾ വരുത്തി. യഹൂദന്മാർ പ്രീതി നേടാൻ വേണ്ടി മഹാനായ ഹെരോദാവ് യെരുശലേമില് ഒരു ആലയം പണിതു കൊടുത്തു. ആ ആലയമാണ് കർത്താവിന്റെ കാലത്തുണ്ടായിരുന്നത്. ആ ആലയത്തില് കാളയുടെ മുക്രയും ആടുകളുടെ കരച്ചിലും പ്രാക്കളുടെ കുറുകലും പൈസയുണ്ടെന്ന് സൗണ്ട് ആയിരുന്നു. കർത്താവ് ചെന്നപ്പോ യഹോവ നല്ലവനല്ലോ, അവനത് എന്നേക്കുമുള്ളതെന്ന് കേൾക്കേണ്ട ആലയത്തില് ചില്ലറയെണ്ണ. ആമേൻ. കർത്താവ് ആലയത്തെ 2 പ്രാവശ്യം ശുദ്ധീകരിച്ചു. എന്റെ പിതാവിന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും, നിങ്ങൾ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു എന്നാ കർത്താവ് പറഞ്ഞു. സ്തോത്രം. ഞാൻ ഇവിടെ നിന്നൊരു ദൂത് പറയാം. സഭയിൽ നടക്കേണ്ടത് എന്നാന്നറിയാവോ? ആരാധനയാണ് സഭയിൽ നടക്കേണ്ടത്. ആരാധനയില്ലാത്ത സഭയെ അല്ല, വെറും സംഘടനയാണ്. സന്തോഷമുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആ ആലയം അവിടെ ഉള്ളപ്പോൾ ദൈവത്തിന്റെ സർവ്വമഹത്വവും എഴുന്നള്ളി വസിക്കുന്ന അവനിലല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. യേശുക്രിസ്തു ശരീരമാലയം അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചുകൊണ്ടിരുന്നു. യേശു പറഞ്ഞു, ഈ മന്ദിരം പൊളിപ്പീൻ, ഞാൻ 3 നാൾ കൂടി പണിയും. യഹൂദനും ജാതിയും ചേർന്ന് കാൽവറി ക്രൂശിലെ ആ ആലയമാക ശരീരം തല്ലി പൊളിച്ചെങ്കിൽ 3-ാം നാൾ അത് പണിയപ്പെട്ട് തേജസ്കരണം പ്രാപിച്ച് പിതാവിന്റെ വലത്ത് ഭാഗത്താലേ ഇരിക്കുന്നുണ്ട്. തുടർന്ന് പെന്തക്കോസ്ത് നാളിൽ കർത്താവ് ഇവിടെ ഒരു ആലയം സ്ഥാപിച്ചു. അതാണ് പുതിയ നിയമസഭ. ആലയം എന്ന് പറഞ്ഞാൽ ഈ ഹോളല്ല, രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടാണ്. ഉദാഹരണം പറഞ്ഞാൽ ഒരു പഴയ ഹോൾ ഒരു സ്ഥലത്തുണ്ടായിരുന്നു. അത് പൊളിച്ചു പണിയുവാൻ സഭ തീരുമാനിച്ചു. അതിന് കമ്മിറ്റിയെ എടുത്തു. കളക്ഷന് വേണ്ടി കമ്മിറ്റിക്കാർ പോയി. ഒരാൾ ഒരു വീട്ടിൽ ചെന്ന് കളക്ഷൻ ചോദിക്കുമ്പോൾ ഇങ്ങനെ പറയാണ്, ഞങ്ങളുടെ സഭ പൊളിച്ചു പണിയാൻ പോവുകയാണ്. സഭയല്ല പൊളിക്കണേ. ഞങ്ങളുടെ ഹാളാ പൊളിക്കണ, സഭയല്ല. സഭ എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടാ. പുതിയ നിയമത്തിലെ ആലയം എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടാ. പാസ്റ്റർമാർ ഹോള് പണിത് കഴിയുമ്പോൾ വന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് ആലയമല്ല, ഹോളാ. ആലയം കർത്താവ് ഉദ്ഘാടനം ചെയ്തു. പെന്തക്കോസ്ത് നാളില് പാസ്റ്റർമാർക്ക് ഉദ്ഘാടനം ചെയ്യാൻ കൊടുത്തിട്ടില്ല.
ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇന്നത്തെ ആലയം രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. നമുക്ക് പൊതുവിൽ മഞ്ഞുകൊള്ളാതെയും വെയിലുകൊള്ളാതെയും മഴ കൊള്ളാതെയും ഇരുന്ന് ആരാധിക്കാൻ ഒരു കെട്ടിട ആവശ്യമാണ്. അതാ ഹോള്. കർത്താവ് വരുമ്പോൾ പോകുന്നത് ഈ കോൺക്രീറ്റ് ബിൽഡിംഗ് അല്ല, ഇവിടെ ഇരിക്കുന്ന ജീവൻ പ്രാപിച്ച ദൈവമക്കളാണ്. അതുകൊണ്ട് ഹോളിനേക്കാൾ പ്രാധാന്യം സഭയ്ക്കാണ്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ചില വിശ്വാസത്തിൽ വരുമ്പോൾ ആദ്യം ചോദിക്കുന്നത് നിങ്ങൾക്ക് ശവക്കോട്ടയുണ്ടോ എന്നാ. അപ്പൊ വരുന്നതേ ശവക്കോട്ടയുണ്ട് പോരെ, ചത്ത ഉടനെ ഞങ്ങൾ കുഴിച്ചിട്ടേക്കാം, നമുക്കുണ്ട് ശവക്കോട്ട. കർത്താവിലേക്ക് വരുമ്പോൾ ആദ്യം ശവക്കോട്ടയുണ്ടോ എന്നല്ല ചോദിക്കണ്ടേ. പ്രൈസ് ദി ലോർഡ്. ചത്ത ആരും ഉണങ്ങി വെക്കാറില്ല, കുഴിച്ചിടാൻ സ്ഥലമില്ലാതെ കുഴിച്ചിടും. അപ്പോൾ ഇന്നത്തെ ആലയ സഭയാണ്. സഭ ഇവിടുന്ന് പോയാൽ യെരുശലേമിൽ യഹൂദനൊരു ആലയം പണിയപ്പെടും. അത് 3.5 കൊല്ലം യെരുശലേമിൽ ഉണ്ടായിരിക്കും. 3.5 കൊല്ലം കഴിയുമ്പോൾ ആ ആലയം അന്തിക്രിസ്തു ഇടിച്ചു കളയും. അങ്ങനെ ഒടുവിലത്തെ 3.5 കൊല്ലം പീഡനകാലത്ത് യഹൂദൻ ആലയം ഉണ്ടായിരിക്കയില്ല. അത് കഴിഞ്ഞ് യേശുക്രിസ്തു 1000 ആണ്ട് ഭരണം തുടങ്ങുന്നതിന് മുമ്പ് യെരുശലേം നഗരത്തെയും ആലയത്തെയും പണിയും. കള്ളുകൂടിയം പാർത്ത വീട്ടിൽ മാന്യൻ താമസിക്കാൻ വന്നാൽ ഉടനെ കയറി പറക്കത്തില്ല, കൂലിക്കാരെ അയച്ച് ആ വീടൊന്ന് ക്ലീൻ ചെയ്യിക്കും. കാരണം ഇവൻ പുഴുകി തന്ന മുട്ടയുടെ തോടും ഇവൻ കുടിച്ച ബ്രാൻഡിയുടെ കുപ്പിയും ഉറുമ്പ് കൂടുകൂട്ടിയതൊക്കെ വീടിനകത്ത്. അതിനകത്ത് മാന്യം കയറി താമസിക്കത്തില്ല. മാന്യം കൂലിക്കാരെ അയച്ച് വീട് ശുദ്ധീകരിച്ച് ഒന്നോടെ വൈറ്റ് വാഷ് ചെയ്തിട്ട് അതിനകത്ത് കയറത്തുള്ളൂ. അന്തിക്രിസ്തു മുടിച്ചു ഭരിച്ച ഈ ഭൂമിയിൽ അങ്ങനെ തന്നെ വാഴാൻ കർത്താവിന് പറ്റത്തില്ല. കർത്താവ് അതുകൊണ്ട് യെരുശലേം നഗരത്തെയും ദൈവാലയത്തെയും പണിയും. യെഹെസ്കേൽ പ്രവചനം 45 അധ്യായം മുതൽ 48 വരെയുള്ള അധ്യായങ്ങളിൽ കൊടുത്തിരിക്കുന്ന അളവിലും ആകൃതിയിലും ഒരാലയം ഇതുവരെ പണിയപ്പെട്ടിട്ടില്ല. അതിന്റെ ദർശനം ദൈവം കൊടുത്തത് യെഹെസ്കേലിനാണ്. ആ അളവിലും ആകൃതിയിലും യെരുശലേമിൽ അതിമനോഹരമായ ഒരു ആലയം പണിയും. സ്തോത്രം. ആലയത്തിലെ പുരോഹിതന്മാരായിരിക്കും. യെഹെസ്കേൽ 44:15 ഒന്നെടുത്ത് വായിച്ചേ. ഇസ്രായേൽ മക്കൾ എന്നെ വിട്ട് തെറ്റിപ്പോയ കാലത്ത് എന്റെ വിശുദ്ധ മന്ദിരത്തിന്റെ കാര്യവിചാരണ നടത്തിയിരുന്ന സാദോക്കിന്റെ പുത്രന്മാരായ. അപ്പൊ ആരായിരിക്കും പുരോഹിതരുടെ ചെയ്യുന്നത്? സാദോക്കിന്റെ പുത്രന്മാർ. മക്കളെ വർത്തമാനം പറയാതിരിക്കും. സന്തോഷമില്ല അവിടെ കിടന്നുറങ്ങ. ഇവിടുന്ന് വർത്തമാനം പറയരുത് കേട്ടോ. പിള്ളേര് കളിയല്ല അത്. സ്തോത്രം. അപ്പൊ ആരായിരിക്കും പുരോഹിതന്മാര്? ഒന്ന് ഉറക്കെ പറഞ്ഞേ. സാദോക്കിന്റെ പുത്രന്മാരാണ് പുരോഹിതന്മാർ. ഇനി അവിടുത്തെ ആരാധന എങ്ങനെയായിരിക്കും? അവിടുത്തെ ആരാധന എങ്ങനെയാണെന്നറിയാമോ? അവിടുത്തെ ആരാധനയിലെ സാക്ഷ്യപ്പെട്ടകമില്ല, കൃപാസനയില്ല, കെരൂബുകളില്ല, മറഞ്ഞിരിക്കുന്ന മന്നയില്ല, അകരോന്റെ തളർത്ത വടിയില്ല, നിയമത്തിന്റെ കൽപ്പനകളില്ല, മറസയിലയില്ല, കാഴ്ചയപ്പമില്ല, നിലവിളക്കില്ല, പ്രഭാതയാഗമുണ്ട്, സന്ധ്യായാഗമില്ല, മറ്റു യാഗങ്ങളുണ്ട്. ഉത്സവങ്ങളിൽ വെച്ച് പെസഹയും കൂടാര പെരുന്നാളും ഉണ്ടായിരിക്കും, വേറെ പെരുന്നാളുകളൊന്നുമില്ല. ഇങ്ങനെയാണ് യഹൂദന്റെ ആരാധന. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മറ്റൊരു പ്രത്യേകത, അന്ന് ജീവജല നദി ഉണ്ടായിരിക്കും. യെഹെസ്കേൽ പ്രവചനം 47 അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ ഒരു ജീവജല നദി ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്ന് പുറപ്പെടുന്നതായി യെഹെസ്കേൽ ദർശനത്തിൽ കണ്ടു. ആ ജീവജല നദിയുടെ തീരത്ത് ഇരുകരയും ജീവവൃക്ഷങ്ങൾ നിൽക്കുകയാണ്. അവിടെ ഫലമില്ലാതെ വരികയില്ല, അതിന് ഇലവാടുകയില്ല എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ജീവജല നദി യെരുശലേമിൽ നിന്ന് പുറപ്പെട്ടൊഴുകും. യെരുശലേമിൽ നിന്ന് ജീവനുള്ള വെള്ളം ഒഴുകും. യോവേൽ പ്രവചനം 3:18, സെക്കര്യാവ് 14:8 ഈ 2 വാക്യങ്ങൾ വായിച്ചാൽ അതിന് തെളിവുണ്ട്. പെട്ടെന്ന് എടുത്ത് വായിക്കാമെങ്കിൽ വായിച്ചോ. അന്നാളിൽ പർവ്വതങ്ങൾ പുതുവീഞ്ഞു പൊഴിക്കും. അടുത്ത ഭാഗം, അടുത്തത് അതാ വിഷയം. യഹോവയുടെ ആലയത്തിൽ നിന്ന് കണ്ടോ ഒരു ഉറവ പുറപ്പെടും. അതാണ് യെഹെസ്കേൽ 47 കാണുന്നത്. ചിത്തിയും താഴ്വരയും എന്ത് ചെയ്യും? നനയ്ക്കും. സെക്കര്യാവ് 14:8 പ്രവചനമുണ്ട്, ജീവനുള്ള വെള്ളം യെരുശലേമിൽ നിന്ന് പുറപ്പെടുമെന്ന്.
കിട്ടിയവരൊക്കെ വായിച്ചേ. സന്ധ്യാസമയത്തോ വെളിച്ചമാകും, അന്നാളിൽ ജീവനുള്ള വെള്ളം. അന്നാളിൽ ചത്ത വെള്ളമല്ല, അല്ലേ പറ, ജീവനുള്ള വെള്ളം യെരുശലേമിൽ നിന്ന് പുറപ്പെട്ട് പാതി കിഴക്കേ കടലിലേക്കും പാതി പടിഞ്ഞാറേ കടലിലേക്കും ഒഴുകും. പാതി പടിഞ്ഞാറേ കടലിലേക്ക് ഒഴുകും. അത് ഉഷ്ണകാലത്തും ശീതകാലത്തും ഉണ്ടാകും. എന്താണ് സഹസ്രാബ്ദ വാഴ്ച? എല്ലാരും വരില്ലേ നാട്ടില്? ഉഷ്ണകാലത്ത് ശീതകാലത്തും ഉണ്ടാകുമെന്ന് മാത്രമല്ല, അന്നത്തെ ആത്മീക അനുഗ്രഹം എക്സ്കേൽ പ്രവചനം 36-ാം അധ്യായത്തിന്റെ 24 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ, യഹൂദന്റെ കല്ലായുള്ള ഹൃദയത്തെ ദൈവം മാറ്റിയിട്ട് ഒരു പുതിയ ഹൃദയം കൊടുത്തിട്ട് ആ പുതിയ ഹൃദയത്തിലേക്ക് പുതിയ ആത്മാവിനെ കൊടുക്കും. ഈ പുതിയ ജീവിതം നയിക്കണമെങ്കിൽ പഴയ ഹൃദയം കൊണ്ട് സാധ്യമല്ല. ചില കല്യാണം കഴിക്കാൻ സ്ഥാനപ്പെടും, ചില അമേരിക്ക പോകാൻ സ്ഥാനപ്പെട്ടെന്നിരിക്കാം. അവർക്കൊന്നും പുതിയ ജീവിതം പറ്റത്തില്ല. ആർക്കാ പുതിയ ജീവിതം പറ്റുക? വീണ്ടും ജന്മം പ്രാപിച്ചവർക്ക്. നമ്മുടെ കല്ലായുള്ള ഹൃദയത്തെ കർത്താവ് എടുത്തുമാറ്റി നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ ഒരു പുതിയ ഹൃദയവും പുതിയ ആത്മാവും നമുക്ക് തന്നതുകൊണ്ടാണ് നമുക്ക് പുതിയ ജീവിതം നയിക്കാൻ പറ്റുന്നത്. അവര് സിനിമയിലൊക്കെ ചെന്ന് കണ്ണടച്ചിരിക്കും, ഒരു കുടം കള്ള തലക്കടി ഒഴിച്ചാൽ വായ പൂട്ടിയിരിക്കും. കാരണം പുതിയ ഹൃദയം കിട്ടി. അല്ലാത്തവരെ കള്ള ഒഴിക്കണ്ട, ഷാപ്പിലേക്ക് പോകും. ഇതുപോലെ യഹൂദന് ദൈവം ഒരു പുതിയ ഹൃദയം കൊടുക്കും, പുതിയ ആത്മാവിനെ കൊടുക്കും. എക്സ്കേൽ 36-24 മുതൽ മോളെ പെട്ടെന്ന് വായിച്ചേ. ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടി സകല ദേശങ്ങളിൽ നിന്നും നിങ്ങളെ ശേഖരിച്ച് സ്വന്തം ദേശത്തേക്ക് വരുത്തും. ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും. നിങ്ങൾ നിർമ്മലരായി തീരും. ഞാൻ നിങ്ങളുടെ സകല മലിനതയെയും സകല വിഗ്രഹങ്ങളെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. യഹൂദന്മാർക്ക് പുതിയ ഹൃദയം കൊടുക്കും. പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. പുതിയൊരാത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. എന്നിട്ട് കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി. കണ്ടോ, കല്ലായുള്ള ഹൃദയം പോയി. നീ കല്ലായ ഹൃദയമുള്ളവരാ കർത്താവിനെ ക്രൂശിക്കാൻ പറഞ്ഞ്. ആ ഹൃദയം കൊണ്ട് സഹസ്രാബ്ദത്തിൽ സുഖിക്കാൻ പറ്റത്തില്ല. കർത്താവ് പുത്തൻ ഹൃദയം കൊടുക്കും. പാട്ട് പാടുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ സമയമില്ല പാടാൻ. സ്തോത്രം. നീ സഹസ്രാബ്ദം കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു ജില്ലയിലെത്തണം. വഴിയെന്തോരും പോകാനുണ്ടെന്നറിയാമോ? നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് അവിടെ എത്തി നിർത്താം. അപ്പോൾ പുതിയ ആത്മാവും പുതിയ ഹൃദയവും പുതിയ ആത്മാവിനെയും കൊടുക്കും. മാത്രമല്ല, അന്ന് സംഭവിക്കണം എന്നറിയാവോ? യഹൂദൻ ലോകത്തിന്റെ തലയായിരിക്കും. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ ന്യായപ്രമാണം കൊടുത്തപ്പോൾ മോശ പറഞ്ഞു, നിങ്ങൾ ഈ ന്യായപ്രമാണം കേട്ട് 40% അല്ല 90% അല്ല, ഇത് പൂർണ്ണമായി അനുസരിച്ചാൽ ഞാൻ നിന്നെ വാലല്ല തലയാക്കൂന്ന്. ഇതുവരെ യഹൂദൻ ലോകത്തിൽ തലയായിട്ടില്ല. തലയാകുന്നത് മശിഹാ ഭൂമിക്ക് രാജാവാകുമ്പോഴാണ്. അന്ന് തലയാകും. ഇനി അന്നത്തെ പലസ്തീന്റെ സമൃദ്ധിയെ കുറിച്ച് തിരുവെഴുത്തിലെ പല ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യെശയ്യാ പ്രവചനം 35-1-2 വാക്യങ്ങൾ വായിക്ക്. യോവേല് 3-18 വായിക്ക്. യോവേല് 2-23 മുതൽ 26 വരെ വായിക്ക്. കുറഞ്ഞ അത്രയെങ്കിലും വായിക്ക്, 3 വാക്യങ്ങളെങ്കിലും വായിക്ക്. അന്നത്തെ പലസ്തീന്റെ സമൃദ്ധി. മരുഭൂമിയെ വരണ്ട നിലവും മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കും. മരുഭൂമിയും വരണ്ട നിലവും എന്ത് ചെയ്യും? ആനന്ദിക്കും. അത് അച്യുതാനന്ദന്റെ ഭരണത്തിലോ ഏക്യാന്റണി ഭരിച്ചാലൊന്നും നടക്കത്തില്ല. കർത്താവ് ഭരിക്കണം. മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കും. നിർജ്ജന പ്രദേശം ഉല്ലസിച്ച് പനിനീർ പുഷ്പം പോലെ പൂക്കും. എന്റെ ദൈവമേ, പനിനീർ പുഷ്പം പോലെ പൂക്കും. പനിനീർ പുഷ്പം എന്നൊക്കെ പറഞ്ഞ എന്താ? പനിനീർ പുഷ്പം എന്ന് മനസ്സിലാക്കി നമുക്ക് അവിടെ നിർത്താം. സ്തോത്രം. പനിനീർ പുഷ്പം പോലെ പൂക്കും. അത് മനോഹരമായി പൂത്ത് ഉല്ലാസത്തോടും ഘോഷത്തോടും കൂടെ ഉല്ലസിക്കും. ഇനി യോവേൽ 3-18 വന്ന് അന്നത്തെ പലസ്തീന സമൃദ്ധി. അന്നാളിൽ പർവ്വതങ്ങൾ പുതുവീഞ്ഞു പൊഴിക്കും. അന്നാളിൽ പർവ്വതങ്ങൾ എന്ത് പൊഴിക്കും? പുതുവീഞ്ഞു പൊഴിക്കും. എന്താ പുതുവീഞ്ഞു പൊഴിക്കും എന്ന് പറയാൻ കാരണം? ധാരാളം മുന്തിരി കൃഷി നടക്കും. പഴഞ്ചൻ വീഞ്ഞല്ല, പുത്തൻ വീഞ്ഞ്. വീഞ്ഞ് സന്തോഷത്തെ കാണിക്കുകയാണ്. അടുത്തത് കുന്നുകൾ പാലൊഴുക്കും. എന്താ ഈ കുന്നുകൾ പാലൊഴുക്കും എന്ന് പറഞ്ഞാൽ? ധാരാളം കന്നുകാലികളെ വളർത്തും. അന്ന് ഒരു പശുവിന് 8 ലിറ്ററോ 10 ലിറ്ററോ അല്ല, ഇന്ന് പശുവിന് 10 ലിറ്റർ പാലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കാശ് കൊടുത്ത് വാങ്ങിച്ചുകൊണ്ട് വന്നാൽ കറക്കുന്ന സമയത്ത് കിട്ടിയത് 3 ലിറ്റർ. പശു തോഴി കൊടുത്തു, അമ്മച്ചിയുടെ കാല് ഉളുക്കി,
അതിൽ 2 ലിറ്റർ മറിഞ്ഞു പോവുകയും ചെയ്തു. പക്ഷെ അന്ന് കുറഞ്ഞത് 150 ലിറ്റർ, 200 ലിറ്റർ, 500 ലിറ്റർ, 1000 ലിറ്റർ പാല് കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല. മശിഹ ഭൂമിക്ക് രാജാവാകുകയാണ്. ഇസ്ഹാക്ക് വിതച്ചപ്പോൾ 100 മേനി വിളഞ്ഞെങ്കിൽ മശിഹ വിതച്ചാൽ 1000 മേനി വിളയും. ശരിയാണോ? പാലൊഴുക്കുന്ന കുന്നുകൾ, ധാരാളം പാല്, ധാരാളം തൈര്, ധാരാളം വെണ്ണ പോരെ. പ്രാർത്ഥിച്ചിട്ട് വണ്ണം വെക്കാത്തവരെ വണ്ണം വെക്കാൻ എളുപ്പവഴി പറഞ്ഞാരാ? എല്ലാ ദിവസവും വൈകുന്നേരം ഒരു വലിയ ഗ്ലാസ്സിന്റെ തൈരെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാവിലെ എഴുന്നേറ്റ് ഒന്നും കഴിക്കാതെ ആ തൈര് പഞ്ചസാര ചേർത്ത് ദിവസങ്ങൾ കഴിച്ചാൽ നീർക്കോലി പോലൊക്കെ ഇരിക്കുന്നവര് ഹിപ്പോപ്പൊട്ടാമസ് പോലെയാവും. ചില എന്ത് കഴിച്ചാലും നാവില്ല, ഇരുമ്പ് കുഴലിൽ വെള്ളം ഒഴിച്ചോണ്. പ്രൈസ് ദി ലോർഡ്. സ്വത്രം പറഞ്ഞിട്ട് തിന്ന്. ആമേൻ. വണ്ണം വയ്ക്കും. ഞാൻ ദിവസത്തിൽ ഒരാഹാരം കഴിക്കണേ, ഞാൻ ഇരിക്കണോ വയ്ക്കേ? ദൈവത്തിന്റെ കൃപയാ. പ്രൈസ് ദി ലോർഡ്. താഴെ വായിച്ചോ മോളെ. യഹൂദയിലെ എല്ലാ തോടുകളും വെള്ളമൊഴുക്കും. യഹൂദയിലെ എല്ലാ തോടുകളും എന്ത് ചെയ്യും? വെള്ളമൊഴുക്കും. നന്നായിട്ട് വെള്ളമുണ്ടായാൽ മാത്രമേ നന്നായിട്ട് കൃഷി നടത്താൻ കഴിയത്തുള്ളൂ. ഇനി 2:23 മുതൽ 26 വരെ കൂടെ വായിച്ചിട്ട് ആ ഭാഗം വിടാം. സമൃദ്ധി. സിയോൻ മക്കളെ ഘോഷിച്ചുല്ലസിച്ച്, സിയോൻ മക്കളെ ഘോഷിച്ചുല്ലസിച്ച് നിങ്ങളുടെ ദൈവമായ യഹോവയിൽ സന്തോഷിപ്പിൻ. നിങ്ങൾ ദൈവമായ യഹോവയിൽ സന്തോഷിപ്പിൻ. അവൻ തക്കയളവായി നിങ്ങൾക്ക് മുൻമഴ തരുന്നു. തക്ക സമയത്ത് മുൻമഴ തരും. മുൻമഴ എന്തിനാ? കൃഷി ഇറക്കാൻ. പിന്മഴ എന്തിനാ? കൃഷി നന്നാകാൻ. ഇപ്പൊ നമ്മുടെ നാട്ടില് മഴയൊന്നും സമയത്തല്ല. അതുകൊണ്ട് എപ്പോഴും കുട കൊണ്ടുപോയില്ലെങ്കിൽ വഴിയിലൂടെ ഓടേണ്ടി വരും. ഏത് സമയത്താ മഴ വന്നെന്ന് ആർക്കറിയാം? പണ്ടങ്ങനെയല്ല. മഴക്കാലം, വേനൽക്കാലം സമയം ഉണ്ടായിരുന്നു. കർത്താവ് വരാറായതിനാൽ അതിനൊക്കെ മാറ്റം വന്നിരിക്കുകയാണ്. സ്തോത്രം. അന്ന് തക്ക സമയത്ത് മുൻമഴ. അടുത്തത്, അവൻ മുമ്പേ പോലെ നിങ്ങൾക്ക് മുൻമഴയും പിന്മഴയുമായ വർഷം പെയ്യിച്ചു തരും. അങ്ങനെ കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറയും. കളപ്പുരകൾ എങ്ങനെ നിറയും? ധാന്യം കൊണ്ട് നിറയും. ഒന്ന് പറയാ എന്നോട് ചേർന്ന്, നമുക്ക് ചേർന്ന് ചിന്തിക്കാം. ധാന്യം കൊണ്ട് നിറയൂന്ന്. ഗോതമ്പ്, യവം ധാന്യം കൊണ്ട് നിറയും. ചക്കുകൾ വീഞ്ഞും എണ്ണയും കൊണ്ട് കവിയും. ചക്കുകൾ വീഞ്ഞും എണ്ണയും കൊണ്ട് കവിയും. കവിയും. പലസ്തീൻ സമൃദ്ധിയായിട്ട് വിളഞ്ഞുലയും. മാത്രമല്ല അന്നത്തെ കൃഷിയെ കുറിച്ച്, കൃഷി ആളുകൾ വീട് പണിത് പാർത്തിട്ട് കൃഷി ചെയ്ത് നല്ല ഫലങ്ങൾ ഉൽപ്പാദിപ്പിക്കും. യെശയ്യാ പ്രവചനം 65-ാം അധ്യായം 21-22 വാക്യങ്ങൾ വായിച്ചേ. അവർ വീടുകളെ പണിതു പാർക്കും. മഹാവീണയുടെ കാലത്ത് പഴയ വീട്ടിൽ കയറി പാർക്കുന്നല്ല, സഹസ്രാബ്ദത്തിലെ പുതിയ വീട് പണിത് അതിൽ പാർക്കും. അവർ മുന്തിരിത്തോട്ടങ്ങളെ ഉണ്ടാക്കി. അവയിലെ ഫലം അനുഭവിക്കും. ഇനി ഒന്ന് ശ്രദ്ധിച്ചേ. അവർ പണിക, മറ്റൊരുത്തൻ പാർക്ക എന്ന് വരികയില്ല. ഇന്നെങ്ങനെയാണെന്നറിയാവോ? ഇന്ന് പണിയുന്നവന് ചിലപ്പോൾ പാർക്കാൻ പറ്റില്ല. ഒരു സ്ഥലത്ത് ഒരു സഹോദരൻ വീട് പണിയിപ്പിച്ചു. വീടിന്റെ ഗൃഹപ്രവേശനത്തിന് ആളുകളെ ക്ഷണിക്കാൻ പോയതാ. ക്ഷണിക്കാൻ പോയപ്പോൾ ആക്സിഡന്റ് മരിച്ചുപോയി. പണതു പാർക്കാൻ പറ്റിയില്ല. അദ്ദേഹത്തിന്റെ സഹോദരൻ പേതി പാർക്കണേ. അവർ പണിക, മറ്റൊരുത്തൻ പാർക്ക എന്ന് വരികയില്ല. അവർ നടുക, മറ്റൊരുത്തൻ തിന്നുക എന്നും വരികയില്ല. പഴയ നിയമകാലത്തൊക്കെ എങ്ങനെയായിരുന്നു? ഇസ്രായേൽ വിതയ്ക്കും, ശത്രുക്കൾ വന്ന് കൊയ്തെടുത്തോണ്ടു. ഇസ്രായേൽ വീട് പണിയും, ശത്രുക്കൾ കയറി പാർക്കും. എന്നാ അന്ന് അങ്ങനെയല്ല. അന്ന് അവര് വീട് പണിയും, പണിത വീട്ടിൽ അവര് പാർക്കും, അവര് കൃഷി ചെയ്യും. അതിന്റെ ഫലം അവർ തന്നെ അനുഭവിക്കും. എഹെസ്കേൽ 33 മുതൽ 36 വരെ ഒന്ന് വായിച്ചേ. അന്നത്തെ വീടും നിലങ്ങളും കൃഷിയൊക്കെ. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിങ്ങളുടെ അകൃത്യങ്ങളൊക്കെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കുന്ന നാളിൽ നിങ്ങളുടെ പട്ടണങ്ങളിൽ ഞാൻ ആളെ പാർപ്പിക്കും. നിങ്ങളുടെ പട്ടണങ്ങളിൽ ഞാൻ പാർപ്പിക്കുന്ന ആളുകളെ. ശൂന്യ സ്ഥലങ്ങളെയും പണിയും. ശൂന്യ സ്ഥലങ്ങളൊക്കെ പണിയപ്പെടും. വഴി പോകുന്ന ഏവരുടെയും കാഴ്ചയ്ക്ക് ശൂന്യമായി കിടന്നിരുന്ന പ്രദേശത്ത് കൃഷി നടക്കും. ഒരു കാലത്തും പലസ്തീൻ നാട് ശൂന്യപ്രദേശമായി കിടന്നിരുന്നു. അവിടെ കൃഷി നടക്കും. ശൂന്യമായി കിടന്നിരുന്ന ദേശം ഏദൻ തോട്ടം പോലെയായി തീർന്നുവല്ലോ.
1000 ആണ്ട് വരുമ്പോൾ അത് ഏദൻ തോട്ടത്തെ പോലെയാകും. പാഴും ശൂന്യവുമായി ഇടിഞ്ഞു കിടന്നിരുന്ന പട്ടണങ്ങൾ ഉറപ്പും നിവാസികളും ഉള്ളവയായി തീർന്നുവല്ലോ എന്നവർ പറയും. ഇടിഞ്ഞു കിടന്നിരുന്ന പട്ടണങ്ങളെ യഹോവയായ ഞാൻ പണിതു, ശൂന്യ പ്രദേശത്ത് നടുതല വെച്ചുണ്ടാക്കിയെന്ന് നിങ്ങളുടെ ചുറ്റും ശേഷിച്ചിരിക്കുന്ന ജാതികൾ അന്ന് അറിയും. യഹോവയായ ഞാൻ അരുളി ചെയ്തിരിക്കുന്നു, ഞാൻ നിവർത്തിക്കുകയും ചെയ്യും. ദൈവം അരുളി ചെയ്തതിനെ നിവർത്തിക്കേണ്ട ചുമതല ദൈവത്തിനാണ്. ദൈവം പറഞ്ഞ കാര്യങ്ങൾ ദൈവം തന്നെ ചെയ്യും. നമ്മുടെ ആരുടെ സഹായം വേണ്ട. സ്വോത്രം. കുഞ്ഞെ, നിന്നെ ഗൾഫിലേക്ക് അയക്കാമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഇടയ്ക്കിടയ്ക്ക് മറ്റുള്ളവർ നമ്പർ മേടിച്ച് ഗൾഫിലേക്ക് ഫോൺ ചെയ്തുകൊണ്ടിരിക്കണ്ട. ദൈവം പറഞ്ഞാണെങ്കിൽ അവിടുന്ന് ഫോൺ ഇങ്ങോട്ട് വരുമെന്ന്. ദൈവം പറഞ്ഞാണല്ലോ, നിറവേറണല്ലോ. നിറവേറിയില്ല, കാണക്കേടല്ലേ എന്ന് ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയല്ല, അവിടുന്ന് ഇങ്ങോട്ട് വിളിക്കാൻ ഒരു ധനവാന്റെ ഹൃദയത്തിൽ ദൈവം തോന്നിക്കും. ദൈവത്തിന്റെ വചനം നിറവേറ്റേണ്ടത് ദൈവത്തിന്റെ കടമയാണ്. ദൈവം പറഞ്ഞതെല്ലാം അക്ഷരപ്രകാരം നിറവേറ്റും. അന്നത്തെ വിവാഹം, കുടുംബവർദ്ധനവ്. നമുക്കല്ല വിവാഹം, അന്നത്തെ ആളുകൾക്കാ വിവാഹം. യഹൂദനും ജാതിക്കൊക്കെ അന്ന് വിവാഹം. പ്രൈസ് ദി ലോർഡ്. വിവാഹത്തെയും കുടുംബവർദ്ധനവിനെയും കുറിച്ച് ബൈബിൾ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. യെശയ്യാ പ്രവചനം 65-ാം അധ്യായത്തിൽ 20-ാം വാക്യം മുതൽ ഒന്ന് വായിച്ച്. 20 മുതൽ 23 വരെ ഒന്ന് വായിച്ച്. മോളെ മൈക്കിലൂടെ വായിക്ക്. കുറേ ദിവസം മാത്രം ജീവിക്കുന്ന കുട്ടിയും, ശ്രദ്ധിച്ചേ, കുറേ ദിവസം മാത്രം ജീവിക്കുന്ന കുട്ടിയും ആയുസ് തികയാത്ത വൃദ്ധനും അവിടെ ഇനി ഉണ്ടാകുകയില്ല. അന്ന് മനുഷ്യന്റെ ആയുസ് 1000 കൊല്ലമാണ്. നോഹയുടെ പ്രളയം വരെയുള്ളവർക്ക് ദൈവം കൊടുത്തത് 1000 സംവത്സരമാണ് ആയുസ്. ആദാമിന്റെ ആയുസ് 930 സംവത്സരം. മെഥൂശലഹന്റെ ആയുസ് 969 സംവത്സരം. 31 കൊല്ലോടെ ജീവിച്ചാർന്ന് പുള്ളി 1000 കൊല്ലം ജീവിച്ചത്. പാപം മൂലം ദൈവം നോഹയുടെ കാലത്ത് അത് 120 സംവത്സരമാക്കി. മോശയുടെ കാലം വന്നപ്പോൾ അത് 70-80 ആക്കി. അങ്ങനെ ആയുസിനെ ദൈവം വെട്ടിച്ചുരുക്കി. എന്നാൽ കർത്താവ് ഭൂമിയിൽ വാഴുമ്പോൾ നോഹയ്ക്ക് മുമ്പുള്ളതായ ആയുസിലേക്ക് മനുഷ്യ ദൈവം മടക്കി കൊണ്ടുവരും. അന്നൊരാൾ വടികുത്തി പിടിച്ച് നോക്കണം കണ്ടാൽ, അച്ചായ പ്രായത്രയെന്ന് ചാച്ചായ പറയും, മോനെ 900 മോനെ, പല്ലൊന്നും പോയിട്ടില്ല. ഇന്ന് 50 വയസ്സായവരുടെ പായ തുറന്നു നോക്കിയാൽ പല്ല് പലതുമില്ല, ഡോക്ടർ പറിച്ചു കളഞ്ഞു. പിന്നെ തന്നെ പോയതും നോക്കിയാൽ പിന്നെ എത്രയുണ്ട്? ഇനി താഴെ വായിച്ചേ. 20, 21, 22, 23. ബാലൻ 100 വയസ്സ് പ്രായമുള്ളവനായി മരിക്കും. അന്ന് 100 വയസ്സാകാതെ ആരും മരിക്കത്തില്ല. കാരണം 100 വയസ്സായവൻ ബാലനാണ്. ഇന്ന് 100 വയസ്സ് ആയുഷ്കാലാണെങ്കിൽ 10 വയസ്സ് ബാല്യമാണ്. അന്ന് 1000 വയസ്സ് ആയുഷ്കാലമാണെങ്കിൽ 100 വയസ്സ് ബാല്യമാണ്. എന്താ 100 വയസ്സ് ബാല്യം എന്ന് പറയുന്നത്? 10 വയസ്സുകാരനോട് 1/2 കിലോ പഞ്ചസാര വാങ്ങിക്കൊണ്ട് വാ മോനെ എന്ന് പറഞ്ഞ് നാം കടയിലേക്ക് വിട്ടാൽ അവൻ അങ്ങോട്ട് ഓടും ഇങ്ങോട്ട് ഓടും. കാരണം അവൻ്റെ പ്രായത്തിൻ്റെ ചുറുചുറുക്ക. ഇന്ന് 60 വയസ്സുകാരൻ പഞ്ചസാര മേടിക്കാൻ പോയാൽ പട്ടി കടിക്കാൻ വന്നാലും നിവൃത്തിയുണ്ട് ഓടത്തില്ല. കാരണം വയ്യ ഓടാൻ. ഇന്നത്തെ 10 വയസ്സിന്റെ ചുറുചുറുക്ക് അന്നത്തെ 100 വയസ്സുകാരന് കാണൂന്ന്. വയസ്സ് 100ആയി, ബാലന 4 തലമുറ കണ്ടു. എന്നാലും 10 വയസ്സുകാരന്റെ ചുറുചുറുക്കാന്ന്. 100 വയസ്സാകാതെ ആരും മരിക്കത്തില്ല. ബാലൻ മരിച്ചു എന്ന് പറഞ്ഞ് കാണാൻ ചെല്ലുമ്പോൾ 4 തലമുറക്കാർ അടുത്തിരിക്കുന്നുണ്ട് ബാലന്റെ. 23-ാം വാക്യം വരെ വായിച്ച് നിർത്തിക്കേ. അവർ വൃഥ അധ്വാനിക്കയില്ല, ആപത്തിനായിട്ട് പ്രസവിക്കുകയുമില്ല. അന്ന് പ്രസവിക്കുന്ന ഒറ്റ കുഞ്ഞു മരിക്കത്തില്ല. ഇന്ന് ജനിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം ലോകത്തിലില്ല. എത്രയോ കുഞ്ഞുങ്ങളാ ജനിക്കണേക്കാൾ മുമ്പ് മരിക്കണേ. എത്രയോ കുഞ്ഞുങ്ങളാ ജനിച്ച ശേഷം ശൈശവപ്രായത്തിൽ മരിക്കുന്നേ. അന്ന് 100 വയസ്സാകാതെ ആരും മരിക്കത്തില്ല. ഒറ്റ പ്രസവത്തില് ചിലപ്പോ 6-7 കുട്ടികൾ കാണും, ഒരെണ്ണം മരിക്കത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ചിന്തിച്ചേ. ഒരു സ്ഥലത്ത് എഴുതി വെച്ചിരിക്കുന്ന കണ്ടു, മതമേതായാലും മക്കൾ 2 മതിയെന്ന്. 2 മക്കളെ ദൈവം തന്നോളെങ്കിൽ 2 മതി. അങ്ങനെ വേദപുസ്തകത്തിലില്ല. നിനക്ക് ദൈവം കൊച്ചുങ്ങളെ തന്നാൽ ചെലവിന് തരാനും ദൈവത്തിന് കഴിയും. എത്ര പേർക്ക് വിശ്വാസമുണ്ട്?
23-ാം വാക്യം വായിച്ചു നിർത്ത്. അവർ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരുടെ സന്തതിയല്ലോ, അവരുടെ സന്താനം അവരോടുകൂടെ ഇരിക്കും. മാതാപിതാക്കളുടെ അടുക്ക മക്കൾ ഇരിക്കുന്നു. ഇന്ന് എല്ലാ മക്കളും മാതാപിതാക്കളുടെ അടുക്കൾ ഇല്ല. അച്ചായൻ നാട്ടിൽ, അമ്മാമ നാട്ടിൽ, ഒരു മകൻ അമേരിക്കയില്, ഒരു മകൻ സ്വീഡനില്, ഒരു മകള് ഓസ്ട്രേലിയയില്, ഒരു മകൻ സൗദി അറേബ്യയില്, ഒരു മകൻ ആഫ്രിക്കയില്. അച്ചായൻ മരിച്ചു. അച്ചായനെ കൊണ്ടുപോന്ന് ഐസ് പെട്ടിക്കകത്ത് കയറ്റി വെച്ചു. ആര് വരാനാ? മക്കൾ വരാൻ. ഓരോരുത്തരായി ഫോൺ ചെയ്തു. എനിക്ക് വരാൻ കഴിയത്തില്ല, എനിക്ക് വരാൻ കഴിയത്തില്ല, എനിക്ക് വരാൻ കഴിയത്തില്ല. മക്കൾ ആരും വന്നില്ല. ബന്ധുക്കളും വേണ്ടപ്പെട്ടവരും കൊണ്ടുപോയി മറവ് ചെയ്തു. എന്തിനാ മക്കള്? ചില മക്കൾ അങ്ങനെയല്ല. എന്റെ ജോലി പോയാലും കുഴപ്പമില്ല, എന്റെ അപ്പന് ശവം കാണണമെന്ന് പറഞ്ഞോണ്ട് ഇറങ്ങിപ്പോരും. ജോലിയല്ല വലുത്, അപ്പന്റെ ശവ വലുത്. സ്തോത്രം. എന്റെ അപ്പൻ 90-ാം വയസ്സിലാ, ഇപ്പോഴും എന്റെ കൂടെ ഉണ്ട്. അവിടെ ഈ മെയ് മാസം 18-ാം തീയതിയിലേക്കാണ് കടന്ന 91-ലേക്ക് കിടക്കാൻ പോവുക. പ്രത്യേക സ്വഭാവമൊക്കെ ആൾക്ക്, സ്ഥാനപ്പെട്ടതൊക്കെയാ. അപ്പൻ എന്നോട് കൂടെയാ. സ്തോത്രം. എന്നെ പോലെയൊന്നുമല്ല, ഭയങ്കര വലിപ്പമുള്ള മനുഷ്യനാ. ഞാനൊക്കെ അമ്മയുടെ മോഡലിൽ പോയി. സ്തോത്രം. മാതാപിതാക്കളോടുകൂടെ മക്കളിരിക്കുമെന്ന്. മാതാപിതാക്കളോടുകൂടെ മക്കളിരിക്കുമ്പോൾ മാതാപിതാക്കൾക്ക് ഡോളറിനൊക്കെ സന്തോഷമുണ്ടോ? മക്കളൊക്കെ ഒരാൾ അങ്ങോട്ടും പറന്നു, ഒരാൾ അങ്ങോട്ടും പറന്നു, ഒരാൾ വേറെ സ്ഥലത്തേക്ക് വണ്ടി കയറി. മാതാപിതാക്കൾക്ക് എന്ത് വിഷമെന്നറിയാവോ? പിന്നെ ചില മാതാപിതാക്കളുണ്ട്, എല്ലാവരും പോയല്ലോ ഒറ്റയ്ക്ക് തിന്നാലോ തീറ്റക്കൊതിയന്മാർ ചിലരുണ്ട്. അവർക്ക് എല്ലാവരും പോകുന്ന സന്തോഷ, ടാറ്റാ പറഞ്ഞു വിടും. എല്ലാവരും എങ്ങനെയല്ല, നല്ല ആളുകളുണ്ട്, അവർക്ക് വേദനയാ. 23-ാം വാക്യം വായിച്ചു കഴിഞ്ഞോ? അവരുടെ സന്താനം അവരോടുകൂടെ ഇരിക്കും, അവർ വിളിക്കുന്നതിന് മുമ്പേ ഞാൻ ഉത്തരം അരുളും. ഇനി സക്കറിയാ പ്രവചനം 8-ന്റെ 4-5 വാക്യങ്ങളോടെ വായിച്ചാൽ അന്നത്തെ കുടുംബവർദ്ധനവ്. സക്കറിയാ 8-ന്റെ 4-5 സ്പീഡിൽ വായിച്ചു. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ശ്രദ്ധിച്ച്, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഇനി യെരൂശലേമിന്റെ വീഥികളിൽ, തമ്പി പറയല്ല, സൈന്യങ്ങളുടെ യഹോവ പറയാ. എനിക്കൊന്ന് ചാടാൻ തോന്നുന്നു. പ്രൈസ് ദി ലോർഡ്. ഇനി വായിക്കുന്ന കേട്ടാ ചിരി വരും. കേട്ടോ. സഹസ്രാബ്ദ വാഴ്ച നമ്മളിപ്പോ മുഴുവൻ പഠിക്കണില്ല, ചില ഭാഗങ്ങളൊന്നും സ്പർശിച്ചു പോവുക. ശരിക്കും സഹസ്രാബ്ദ വാഴ്ച പഠിച്ചാൽ വാതിലടച്ചിട്ട് കിടന്ന് ചാടും. അപ്പൊ പുതിയ ഭൂമിയോ, അപ്പൊ സ്വർഗമോ? കുഞ്ഞെ, എന്നാ ക്രിസ്തീയ ജീവിതം? ഇത് തക്കട തരികട പരിപാടിയല്ല, ഇത് ദർശനം പ്രാപിച്ച ജീവിതമാണ്. ഇത് ശബരിമലയ്ക്കും മലയാറ്റൂർ മലയ്ക്കും പോകുന്നോണല്ല, കൊരട്ടിമുത്തിനെ കാണാൻ പോകുന്ന പോലെയല്ല. സിയോനിലേക്ക് നമ്മൾ യാത്ര ചെയ്യുക. നിത്യാനന്ദം അവരുടെ തലമേലുണ്ടായിരിക്കും. ദുഃഖവും നെടുവീർപ്പും നടന്നു പോകുന്നല്ല, ഓടിപ്പോകുന്ന. വിശുദ്ധിയോടെ ജീവിച്ചൊന്ന് കണ്ണടച്ച് കിട്ടിയാൽ മതി. എന്റെ മരണ ദിവസമായിരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ദിവസം. നിങ്ങൾ ആരെങ്കിലും ജീവനോടുണ്ടെങ്കിൽ ഒത്താൽ എന്റെ ശവം വന്ന് കാണണം. സ്വത്രം. ഞാൻ ഏറ്റവും കൂടുതൽ എന്റെ മരണം എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്ന ഒരു കാര്യം ശരിയാ, മരണ ദിവസമായിരിക്കും എനിക്ക് ഏറ്റവും സന്തോഷം. കാരണം എന്നറിയാവോ, ആ ദിവസത്തിന് വേണ്ടിയാണ് ഞാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കണേ. അതിനു മുമ്പ് കർത്താവ് വന്നാൽ പോകാം നമുക്ക്. സ്വത്രം. ഇവിടുന്ന് കുമ്പനാട്ടേക്ക് പോകുവാൻ ഉള്ള ഒരുക്കം പോരാ, ഇവിടുന്ന് തിരുവനന്തപുരത്തിന് പോകാൻ അത്രയും ഒരുക്കം പോരാ. ബോംബെക്ക് പോകാൻ അത്രയും ഒരുക്കം പോരാ. ഡൽഹിക്ക് പോകാൻ അത്രയും ഒരുക്കം പോരാ. ഗൾഫിന് പോകാൻ അത്രയും ഒരുക്കം പോരാ. അമേരിക്കയ്ക്ക് പോകാൻ അത്രയും ഒരുക്കം പോരാ. ബഹിരാകാശത്ത് പോകാൻ, അങ്ങനെയെങ്കിൽ സ്വർഗത്തിൽ പോകാൻ എത്രയും ഒരുക്കം വേണം. സഭായം മുടക്കി, കുടുംബ പ്രാർത്ഥനയില്ലാതെ, ദശാംശം കൊടുക്കാതെ, ഒരു സ്വത്രം പറയാതെ, കൈയടിക്കാതെ, യേശുവിനെ കുറിച്ച് ആരോടും പറയാതെ തക്കട തരികടെ ജീവിച്ച സ്വർഗത്തിൽ പോവോ? ഒരുങ്ങാനുള്ള സമയ ക്രിസ്തീയ ജീവിതം. അത് മനസ്സിലാക്കിയവരാണ് ബുദ്ധിമാന്മാർ. സ്വത്രം. താഴെ വായിച്ചേ. ഇനിയും യെരൂശലേമിന്റെ വീഥികളിൽ വൃദ്ധന്മാരും, യെരൂശലേമിന്റെ വീഥികളിൽ വൃദ്ധമാരും ഇരിക്കും. വാർദ്ധക്യ നിമിത്തം ഓരോരുത്തൻ കയ്യിൽ വടി പിടിക്കും. അതിന് 4-5 വായിച്ചേ. നഗരത്തിന്റെ വീഥികളിൽ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും കൊണ്ട് നിറഞ്ഞിരിക്കും. നഗരത്തിന്റെ വീഥികളിൽ
ആൺകുട്ടികളെയും പെൺകുട്ടികളെയും കൊണ്ട് നിറഞ്ഞിരിക്കും. ഇന്നത്തെ ഗവൺമെന്റ് ഒന്നും അവിടെ ഇല്ല. നിറഞ്ഞിരിക്കും. അവർ അതിന്റെ വീതികളിൽ കളിച്ചുകൊണ്ടിരിക്കും. അവർ അതിന്റെ വീതികളിൽ എന്ത് ചെയ്യും? കളിച്ചുകൊണ്ടിരിക്കും. നേരത്തെ വായിച്ചേട് ഒന്ന് കയറ്റി വായിക്ക്. സൈന്യങ്ങളുടെ 4-5 വായിച്ചേ. സൈന്യങ്ങളെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. യെരൂശലേമിന്റെ വീഥികളിൽ വൃദ്ധന്മാരും വൃദ്ധമാരും ഇരിക്കും. യെരൂശലേമിന്റെ വീഥികളിൽ വൃദ്ധന്മാരും വൃദ്ധമാരും ഇരിക്കുന്നു. 850 വയസ്സും ഭാര്യയ്ക്ക് വയസ്സ് 875, ഭർത്താവിന് വയസ്സ് 900. അതായി വൃദ്ധന്മാരും വൃദ്ധമാരെന്ന് പറഞ്ഞ കേട്ടോ. അല്ല ഇന്നത്തെ വൃദ്ധന്മാരും അല്ല. 875 900 വയസ്സുള്ള അപ്പച്ചനും അമ്മച്ചി ഇരിക്കുവാന്ന്. നമുക്കൊരു പേരിടാം. എന്താ പേരിടണ്ടേ? അച്ചായന്റെ പേര് ഫിലിപ്പോസ്, അമ്മച്ചിയുടെ പേര് ഹന്ന. 2 പേര് ഇരിക്കുകയാണ് അവിടെ. എന്നിട്ട് വാർദ്ധക്യ നിമിത്തം ഓരോരുത്തൻ കയ്യിൽ വടി പിടിക്കും. 900 കൊല്ലായപ്പോഴാ ഈ വടി കയ്യിൽ പിടിച്ചേക്കണേ. നഗരത്തിന്റെ വീതികൾ 100 വയസ്സുകാരൻ വടി പിടിക്കുന്ന പോലെ അന്നത്തെ 900 വയസ്സുകാരൻ പിടിക്കണേ. നഗരത്തിന്റെ വീതികൾ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും കൊണ്ട് നിറഞ്ഞിരിക്കും. അവർ അതിന്റെ വീതികളിൽ കളിച്ചുകൊണ്ടിരിക്കും. ഒരു വീട്ടിൽ തന്നെ കളിക്കാൻ പിള്ളേരുണ്ട്, അടുത്ത വീട്ടിലേക്ക് പോകണ്ട. ഒരു വീട്ടിൽ തന്നെ 5 വയസ്സുള്ളത് 50 എണ്ണം, 10 വയസ്സുള്ളത് 75 എണ്ണം, 15 വയസ്സുള്ളത് 300 എണ്ണം, 2 വയസ്സുള്ളത് 45 എണ്ണം, 17 വയസ്സുള്ളത് 68 എണ്ണം. ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതലാ. ഞാനീ പറയുന്നത് കുറച്ച് പറയാ, ഇതിനേക്കാൾ കൂടുതലാ. പഴയ നിയമകാലത്ത് ഇബ്സാൻ എന്ന് പേരായ ഒരു ന്യായാധിപനെ കുറിച്ച് ന്യായാധിപന്റെ പുസ്തകത്തിലുണ്ട്. അദ്ദേഹത്തിന് മക്കൾ എത്രയായിരുന്നു അറിയാവോ? 30 പുത്രന്മാർ 30 പുത്രിമാർ. അന്ന് 1000 കൊല്ലം ആയുസില്ല. 30 പുത്രന്മാർ. അദ്ദേഹം ദൈവത്തിന് വേണ്ടി ചെയ്തതായിട്ട് ആകെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് 60 മക്കളുടെ കല്യാണം നടത്തിയെന്ന് മാത്രം. കാരണം 60 മക്കളുടെ കല്യാണം നടത്തിയപ്പോഴത്തേക്കും പരിപാടി തീർന്നു. കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതായിട്ട് വേദപുസ്തകത്തിലില്ല. പക്ഷേ 60 മക്കളെ ദൈവം അദ്ദേഹത്തിന് കൊടുത്തു. ആ 60 പുത്രന്മാർക്ക് കന്യകമാരെ കൊണ്ടുവരികയും 30 കന്യകമാരെ കെട്ടിച്ചയക്കുകയും ചെയ്ത് ഒരു വലിയ ചിത്രൂഴയാ. അതോടെ പരിപാടി തീർന്നു. അയൽവാക്കക്കാർക്ക് കോളടിച്ചു. 60 കല്യാണം കൂടാം. ന്യായാധിപന്റെ മക്കളുടെ കല്യാണം അല്ലേ, ഉഗ്ര സദ്യ. 7 ദിവസം വിരുന്ന് കഴിച്ചു കാണും. അങ്ങനെ 60 × 7 വിരുന്ന് നാട്ടുകാർക്ക് കോളടിച്ചു. അത് അന്ന്. ഇത് സഹസ്രാബ്ദത്തില. ഒരാൾ വിവാഹം കഴിച്ചു 25-ാമത്തെ വയസ്സിൽ. 20 വയസ്സുള്ള പെൺകുട്ടിയെ. സ്തോത്രം. ആ 25 വയസ്സുകാരന് 900 വയസ്സായി. 20 വയസ്സുകാരിക്ക് 880 വയസ്സായി. അല്ല 895 വയസ്സായി. അങ്ങനെ 900 വയസ്സുകാരനും 895 വയസ്സുകാരി ഇരിക്കുക. കുടുംബജീവിതം തുടങ്ങിയത് 25-20 വയസ്സിലാ. ഇവർക്ക് നേരിട്ട് ജനിച്ച മക്കൾ എത്രയാന്ന് ഞാനിപ്പോ പറയണില്ല. ഒരു പ്രസവത്തിന് ഒരു കുട്ടി ആയിരിക്കത്തില്ല. അന്നും പ്രസവിച്ചാൽ മരിക്കത്തില്ല. അങ്ങനെ മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ, പേരക്കിടാങ്ങൾ 900 കൊല്ലം കൊണ്ട് പിള്ളേരെത്ര കാണും? യാക്കോബിന്റെ കുടുംബം മിസ്രൈമിലേക്ക് പോയപ്പോൾ ഏകദേശം 70-75 പേരായി. 215 കൊല്ലം അവിടെ താമസിച്ച് അപ്പുറത്തേക്ക് ഏകദേശം 30 ലക്ഷം പേരായി. ഒരു കുടുംബേ. യാക്കോബിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഭാര്യ വീട്ടിൽ താമസിച്ചത് 20 കൊല്ലം. ആകെ താമസിച്ച് കല്യാണം കഴിഞ്ഞിട്ടല്ല, ആകെ താമസിച്ച് 20 കൊല്ലം. മിസ്രൈമിലേക്ക് യാക്കോബ് പോകുമ്പോൾ യാക്കോബിന് 130 വയസ്സായി. പോകുമ്പോൾ ഏകദേശം 70-75 പേരെ ഉണ്ടായിരുന്നുള്ളൂ. 215 കൊല്ലം അവിടെ താമസിച്ചപ്പോഴത്തേനും ഏകദേശം 75 പേര് എത്രയായിന്ന്? കാലാൽ തന്നെ 6 ലക്ഷം പുരുഷന്മാര്. 20 വയസ്സിന് മുകളിലേക്ക് എണ്ണപ്പെട്ട പുരുഷന്മാർ തന്നെ 6,03,350. ഓരോരുത്തർക്ക് ഓരോ ഭാര്യ വെച്ച് നേരിരട്ടി. അപ്പൊ 6 ലക്ഷം 12 ലക്ഷമായി. ഒരു വീട്ടിൽ 3 കുട്ടികളാകുമ്പോൾ 18 ലക്ഷം. ഏറ്റവും കുറഞ്ഞ ഏകദേശം 30 ലക്ഷമെങ്കിലും ഉണ്ടായിരുന്നു 215 കൊല്ലം കൊണ്ട്. ഇത് 900. ഇത് 25 വയസ്സിൽ തുടങ്ങിയ പരിപാടിയാ. 215 കൊല്ലമല്ല, 900 വയസ്സായെന്ന്. ഒരു കുടുംബം ഒരു ജാതിയായും, ഒരു കുടുംബം ഒരു ജാതിയാകൂന്ന്. ഞാനീ പറഞ്ഞ കണക്കിനല്ല കുട്ടികള്. ഇത് കുറവാന്ന് ഇപ്പൊ തന്നെ മനസ്സിലായല്ലോ, കുറവാന്ന്. ഇനി പറയാൻ നിന്നാൽ വളരെ ഉള്ളതുണ്ട്. എല്ലാ വീട്ടിലും ധാരാളം ഭക്ഷിക്കാനുണ്ട്, പട്ടിണിയില്ല.
രോഗമില്ല, ആശുപത്രിയില്ല, ജയിലില്ല, പോലീസ് സ്റ്റേഷനില്ല, സമരമില്ല, ഇൻകിലാബില്ല, യുദ്ധമില്ല, പ്രകൃതിക്ഷോഭങ്ങളില്ല, അപകടമരണമില്ല, തൂങ്ങിച്ചാവണില്ല, വിഷം കുടിക്കുന്നില്ല, ട്രെയിന് വില വയ്ക്കുന്നില്ല, കരണ്ട് പിടിച്ചാകുന്നില്ല, കൊളത്തിച്ചാകുന്നില്ല, കൂട്ടാത്മഹത്യയില്ല, കുടാൻ കഴിക്കുന്നില്ല, അന്ന് കത്തിക്കുത്തില്ല. എന്ത് രസമെന്നറിയാവോ? നമ്മൾ അവരെ വാഴുക. സ്തോത്രം. അപ്പോൾ വിവാഹവും കുടുംബവർദ്ധനവും ഇങ്ങനെ പറയാൻ നിന്ന് എവിടെ തീരും? അതുകൊണ്ട് നമുക്ക് ഈ ഭാഗം വലിയ അവസാനിപ്പിക്കാം. സഹസ്രാബ്ദത്തിലേക്ക് പ്രവേശിച്ചത് 1000 കുടുംബമാണെങ്കിൽ 1000 കൊല്ലം കൊണ്ട് അത് 1000 ജാതികൾ. 1000 കുടുംബമാണെങ്കിൽ 1000 ജാതികളാകും. എന്തായി പറയുന്നത്? 1000 കുടുംബമൊന്നുമല്ല സഹസ്രാബ്ദത്തിലേക്ക് കിടക്കുക. അങ്ങനെയെങ്കിൽ അന്ന് മരണം കുറവ്, ആയുസ് കൂടല്, ജനനം കൂടല്. അങ്ങനെ 1000 കൊല്ലം കൊണ്ട് ജനങ്ങൾ വർദ്ധിച്ചു പെരുകും. ജനിക്കുന്ന എല്ലാവരും വീണ്ടും ജനിക്കയില്ല. സ്തോത്രം. അങ്ങനെ പോയാൽ ഇതെവിടെ തീരും? സ്തോത്രം. ആമേൻ.